വിസിബിൾ അല്ലേ സ്ക്രീന്? അതെ, കാണാം കാണാം. ഈ ഒരു പ്ലോട്ടിങ്ങിൽ നമ്മൾ വിസ്റ്റ ടൈപ്പ് റവന്യൂ വെച്ചിട്ട് പ്ലോട്ട് ചെയ്യുകയാണ്. അതിൽ കൗണ്ട് പ്ലോട്ട് എടുക്കുന്നു. അതിൽ ഹ്യൂ പാസ് ചെയ്യുന്ന അറിയില്ലേ? എക്സ് എന്നുള്ളതിൽ വിസിറ്റ ടൈപ്പ് പാസ് ചെയ്തു. അതിൻ്റെ കൂടെ ഹ്യൂ പാസ് ചെയ്യുമ്പോൾ ഈ വിസിറ്റ ടൈപ്പ് റവന്യൂവിനനുസരിച്ചിട്ട് പ്ലോട്ട് ചെയ്യാൻ പറ്റും. ദെൻ അതിൻ്റെ തീമും കൂടി പാസ് ചെയ്യുകയാണ്. ദെൻ ടൈറ്റിൽ റവന്യൂ ബൈ വിസിറ്റ ടൈപ്പ്. അതിൻ്റെ ലെജൻസിൽ റവന്യൂ ഈ ഒരു ഗ്രീന് വരുന്നത് ഫാൾസും ഓറഞ്ച് വരുന്ന ട്രൂ ആണ്. അപ്പോൾ ഫാൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ റവന്യൂ ജനറേറ്റ് ചെയ്തിട്ടില്ല എന്നാണ് മീനിങ്. ആൻഡ് ട്രൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഓറഞ്ച് കളർ വരുമ്പോൾ അതൊന്ന് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ആൾ ഓൺലൈനിൽ ആ ഒരു പ്രൊഡക്റ്റ് ചെക്ക് ചെയ്തിട്ട് അവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് അവിടെ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് റവന്യൂ ജനറേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് മീനിങ്. ഓക്കെ, സോ റിട്ടേണിങ് വിസിറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള വിസിറ്റ്സ് ചെയ്യുന്നവർ, അതായത് ഒരു പ്രാവശ്യം ആ ഒരു പ്രൊഡക്റ്റ് പേജിൽ വന്നിട്ട് അവിടെ നിന്ന് ബൈ ചെയ്യുന്ന, റിപ്പീറ്റഡ് ആയിട്ട് വന്ന് ബൈ ചെയ്യുന്ന ആൾക്കാർ. ആൻഡ് ന്യൂ വിസിറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ആ ഒരു ഇതിൽ ഫസ്റ്റ് ടൈമാണ് വരുന്നത് ആൻഡ് അവർ ബൈ ചെയ്യുന്ന ഒരു ഫ്രീക്വൻസിയാണ് കാണിച്ചേക്കുന്നത്. സോ ഇതിൽ റിട്ടേണിങ് വിസിറ്റേഴ്സിനാണ് കൂടുതലും ക്യാൻസലേഷൻസ് വരുന്നത്, അവരുടെ കൗണ്ടും കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വിസിറ്റർ ടൈപ്പ് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് ബോക്സ് പ്ലോട്ട് ചെയ്തായിരുന്നു, അതിൻ്റെ ഔട്ട്ലയേഴ്സ് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഈ ബൗൺസ് റേറ്റ്സും എക്സിറ്റ് റേറ്റ്സും ഏകദേശം സിമിലർ ആയിട്ടായിരുന്നു വരുന്നത്. ബട്ട് സ്റ്റിൽ പേജ് വാല്യൂസും ഏകദേശം അങ്ങനെ തന്നെയായിരുന്നു വരുന്നത്, ആ ഒരു ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ. ആൻഡ് ഇവിടെ വരുമ്പോൾ ഈ റിട്ടേണിങ് വിസിറ്റർ എന്നുള്ള ടൈപ്പാണ് കൂടുതൽ ക്യാൻസലേഷൻസ് വരുന്നത്. അതിനനുസരിച്ച് അതിൻ്റെ കൗണ്ടും കൂടുതലുണ്ട്. ന്യൂ വിസിറ്റർ എന്ന് പറയുമ്പോൾ അത്ര കൗണ്ട് വരുന്നില്ല. ഇതിപ്പോൾ രണ്ടും കൂടി കൂടിയതായിരിക്കും. അതായത് നമുക്കിപ്പോൾ വിസിറ്റർ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ന്യൂ വിസിറ്റർ എന്ന് വരുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി കൗണ്ട് കൂടിയതായിരിക്കും. അതായത് ഈ കൗണ്ട് ഇപ്പോൾ 1000 ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ 1000-ൻ്റെ കൂടെ ഇതൊരു 200 ആണെന്നുണ്ടെങ്കിൽ 1200 ആയിരിക്കും ടോട്ടൽ കൗണ്ട് ന്യൂ വിസിറ്ററിൻ്റെ. അപ്പോൾ ആ ഒരു 1000-ഉം ആൻഡ് 200-ഉം കൂടി 200 ആണ് പർച്ചേസ് ചെയ്തതിൻ്റെ കൗണ്ടെങ്കിൽ അതിങ്ങോട്ട് ഗ്രൂപ്പ് ചെയ്യുന്നു ആൻഡ് പർച്ചേസ് ചെയ്യാത്തവരുടെ ഇങ്ങോട്ട് ഗ്രൂപ്പ് ചെയ്യുന്നു. അതാണ് സംഭവിക്കുന്നത്. ദെൻ അതർ എന്ന് പറഞ്ഞിട്ടുള്ള ടൈപ്പിൽ ചെറുതായിട്ട് ക്യാൻസലേഷൻ, റവന്യൂ ജനറേറ്റ് ചെയ്യാത്തതുകൊണ്ട് റവന്യൂ ജനറേറ്റ് ചെയ്തത് ഒന്നുമില്ല. ഓക്കെ, അങ്ങനെയായിരുന്നു പോകുന്നത്. പിന്നെ റവന്യൂ ബൈ മന്ത് എന്നുള്ള കൺസെപ്റ്റിലേക്കാണ് പോകുന്നത്. നമ്മൾ ഹോട്ടൽ ബുക്കിങ്ങിലൊക്കെ ഉണ്ടായിരുന്നില്ലേ, അതേപോലെ ഓരോ മന്ത് വെച്ചിട്ട് എത്രയാണ് റവന്യൂ. സോ ആദ്യം എക്സ് പാസ് ചെയ്തു, എക്സ് പാസ് ചെയ്തിട്ട് മന്ത് എന്നുള്ളത് കളക്ട് ചെയ്തു. ദെൻ അതിലേക്ക് ഹ്യൂ റവന്യൂ എന്നുള്ള ടേമിൽ പാസ് ചെയ്യാണ്. ഓർഡർ മന്ത് ഓർഡർ എന്ന് കൊടുക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മന്ത് ഓർഡർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓൾറെഡി ഇവിടെ ആ ഒരു ഇത് ഡിഫൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഓർഡർ ആയിരിക്കും ആ ഒരു ഓർഡർ എന്നുള്ളതിൽ പാസ് ചെയ്യുന്നത്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫെബ്രുവരി, മാർച്ച്, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് എന്താണോ ഓർഡർ കൊടുത്തത് അത് മാത്രമാണ് പാസ് ചെയ്യുന്നത്. ആ ഒരു ഡാറ്റയ്ക്ക് അനുസരിച്ചിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യണതിനനുസരിച്ചിട്ടാണ് കൊടുക്കുന്നത്. ദെൻ PLT ഡോട്ട് ടൈറ്റിൽ റവന്യൂ ബൈ മന്ത് എന്ന് പറഞ്ഞിട്ട് പാസ് ചെയ്തു, PLT ഡോട്ട് ഷോ. ഓക്കെ, സോ അതിൽ ലെജൻഡിൽ കാണാം ഏതാണ് ഫാൾസ് ഏതാണ് ട്രൂ എന്നുള്ളത്. സോ ജനറേറ്റ് ചെയ്യപ്പെട്ടത് ആ ഒരു ട്രൂ എന്നുള്ള സെഗ്മെൻറ്റ്, അല്ലാത്ത ടൈപ്പ് ഫാൾസ് എന്ന്. സോ മെയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു നോൺ പർച്ചേസസ് കൂടുതലാണ് ആൻഡ് പർച്ചേസ് കൂടുതൽ വരുന്നത് നവംബർ എന്നുള്ള ആ ഒരു ടൈമിലാണ്. മേ ബി വല്ല സ്പെഷ്യൽ ഇവൻറ്റ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതുകൊണ്ടായിരിക്കാം. ആൻഡ് ഓൾമോസ്റ്റ് ഒരു സെക്കൻഡ് പ്ലേസ് നോൺ പർച്ചേസസും നവംബറിൽ തന്നെയാണ് കൂടുതൽ. പിന്നെ കൂടുതൽ നോൺ പർച്ചേസസ് വരുന്നത് റവന്യൂ ജനറേറ്റ് ചെയ്യാത്തത് മാർച്ചിലാണ്, ദെൻ ഡിസംബർ. ഓക്കെ, ബാക്കിയുള്ള ഏകദേശം ഒരു ഇതിലാണ് വരുന്നത്. പിന്നെ മെയ്യിലാണ് കുറച്ചുകൂടി പർച്ചേസസ് വന്നേക്കണം. ഫെബ്രുവരിയിൽ പർച്ചേസസ് ഒന്നും വന്നിട്ടില്ല, റവന്യൂ ഒന്നും ജനറേറ്റ് ചെയ്തിട്ടില്ല. റവന്യൂ പർച്ചേസും തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവും. ആൻഡ് ഏത് സെഗ്മെൻറ്റിൽ നിന്ന് വേണമെന്നെങ്കിൽ ഉണ്ടെങ്കിലും വരാം. പക്ഷേ ഇവിടെ ആ ഒരു പർച്ചേസ് നടന്നിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഈ ഓൺലൈൻ ഷോപ്പേഴ്സിൻ്റെ കേസിൽ അവിടെ റവന്യൂ ഉണ്ടാവുന്നുള്ളൂ. ആൻഡ് പീക്ക് ഷോപ്പിംഗ് മന്ത്സ്, സീസണൽ ബൈയിങ് ബിഹേവിയർ, ഹോളിഡേ ഷോപ്പിംഗ് ട്രെൻഡ്സ്, ഇതൊക്കെയാണ് ഇതൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യേണ്ട ഫാക്ടേഴ്സ്. ഓക്കെ, ഈ മന്ത്സിൻ്റെ ക്ലിയർ അല്ലേ? ഇനി ചെക്ക് ചെയ്യുന്നത് റവന്യൂ ബൈ വീക്കെൻഡാണ്.
ഒരു വേറെ ആരെങ്കിലും ഓൺലൈൻ കയറുന്നുണ്ടോ? ദെൻ റവന്യൂ ബൈ വീക്കെൻഡ് ആണ് എടുക്കുന്നത്. അതിൽ ഇതേപോലെ തന്നെ എക്സ് പാസ് ചെയ്യുന്നു വീക്കെൻഡ് എന്ന് പറഞ്ഞിട്ട് കൗണ്ട് പ്ലോട്ട് തന്നെ യൂസ് ചെയ്യുന്നത്. അതിൽ റവന്യൂ കൂടിയും പാസ് ചെയ്യുന്നു. ദെൻ അതിൻ്റെ തീമും കൂടി സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. ആൻഡ് ഇതിൽ ഫാൾസ് എന്നുള്ള ടൈപ്പ് വീക്കെൻഡിൽ ഈ ഒരു ഫാൾസ് എന്നുള്ള ടൈപ്പ് ഏതൊക്കെ ഇപ്പോൾ വീക്ക് ഡേയ്സും വീക്കെൻഡ്സും ആണ് നോക്കുന്നത്. വീക്ക് ഡേയ്സിൽ ആ ഒരു ഫാൾസ് ആണ് കൂടുതൽ വരുന്നത്. ഡിസ്ട്രിബ്യൂഷനിൽ വീക്ക് ഡേയ്സിലാണ് ഫാൾസ് എന്നുള്ള സെഗ്മെൻറ്റ് അല്ലെങ്കിൽ റവന്യൂ ഇല്ലാത്ത ഇത് കൂടുതൽ വരുന്നത്. ആൻഡ് റവന്യൂ ജനറേഷൻ ഒരു 1000 സംതിങ് വരുന്നുണ്ട്. ആൻഡ് കമ്പാരിറ്റീവ്ലി വീക്കെൻഡ്സിലാണ് കുറവ് നോ റവന്യൂ വരുന്നത്. ആൻഡ് ഇവിടെ വരുമ്പോഴും അതേപോലെ തന്നെയാണ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ റേഷ്യോ ഒക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് പ്രോപ്പറായിട്ട് ഏതാണ് ഹൈ ഏതാണ് ലോ എന്ന് പറയും. ഇപ്പോൾ വീക്കെൻഡ്സ് എന്ന് പറയുമ്പോൾ ആ ഒരു 2 ദിവസമല്ലേ വരുന്നുള്ളൂ. വീക്ക് ഡേയ്സ് എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള എല്ലാ ദിവസവും വരുന്നുണ്ട്. സോ ആ ഒരു കൗണ്ടും ഇതും തമ്മിലാണ് കമ്പയർ ചെയ്യുന്നത്. സോ പെർസെൻറ്റേജിലേക്ക് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് നോക്കുക എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എത്ര പെർസെൻറ്റേജ് ഉണ്ടെന്ന് പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് വീക്ക് ഡേയ്സും വീക്കെൻഡ്സും തമ്മിലുള്ള ഒരു ഡിഫറൻസ്. വീക്കെൻഡ് മാത്രമാണോ? ഇതിൽ വീക്കെൻഡ് ട്രൂവും ഫാൾസും ഇല്ലേ? അപ്പോൾ വീക്കെൻഡ് അല്ല എന്നുള്ള ടൈപ്പ് അതിൽ വരുന്നുണ്ട്. അതായത് വീക്കെൻഡ് ട്രൂ എന്നാണെന്നുണ്ടെങ്കിൽ അത് സാറ്റർഡേ സൺഡേ ആയിരിക്കും. ഫാൾസ് ആണെന്നുള്ളത് വീക്ക് ഡേയ്സ് വരും. ഓക്കെ, ഇല്ല. ഇത് ട്രൂ അല്ല എന്നുണ്ടെങ്കിൽ വീക്ക് ഡേയ്സ് ആണ് അവിടെ വരുന്നത്. ഓക്കെ, ഇതിനടുത്ത ചെയ്യുന്നത് ട്രാഫിക് ടൈപ്പ് ഡിസ്ട്രിബ്യൂഷൻ. നമ്മൾ കുറച്ച് നമ്പേഴ്സൊക്കെ ഇട്ടിട്ട് ചെയ്തായിരുന്നില്ലേ ട്രാഫിക് ടൈപ്പ്. അതായത് ഇപ്പോൾ ഹോട്ടലിൻ്റെ ഇതിൽ ഓൺലൈൻ ബുക്ക് ചെയ്തവർ ആൻഡ് ട്രാവൽ ഏജൻസി ബുക്ക് ചെയ്തവർ ഡയറക്റ്റ് ബുക്ക് ചെയ്തവർ അങ്ങനെ കുറേ ടൈപ്പ് ഉണ്ടായിരുന്നില്ലേ? അതേപോലെ ഓൺലൈനിൻ്റെ ഈ ഒരു ഇതിലും കുറച്ച് സെഗ്മെൻറ്റ്സ് ഒരു 10-20 എണ്ണം അങ്ങനെ സെഗ്മെൻറ്റ്സ് ആയിട്ട് തന്നിട്ടുണ്ട്. അതിൽ സെക്കൻഡ് സംതിങ് ആണ്. ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ അത് ക്ലിയർ ആവുള്ളൂ. അതിൻ്റെ ആ ഒരു സെക്കൻഡാണ് ഏറ്റവും കൂടുതൽ ഡിസ്ട്രിബ്യൂഷനിൽ വരുന്നത്. പിന്നെ വരുന്നത് ഒരു ഫസ്റ്റും തേർഡും. പിന്നെ ഏറ്റവും കുറവ് വരുന്നത് ആ ഒരു 14 to ഈ ഒരു ലെവലിലൊക്കെയാണ് ഏറ്റവും കുറവ് വരുന്നത്. അത് ഡിസ്ക്രിപ്ഷൻ ജസ്റ്റ് ചെക്ക് ചെയ്താൽ പ്രോപ്പറായിട്ട് അറിയാൻ പറ്റും. വിച്ച് ട്രാഫിക് സോഴ്സസ് ആർ മോസ്റ്റ് കോമൺ, മാർക്കറ്റിംഗ് ചാനൽസ്, ഡ്രൈവിംഗ്, വെബ്സൈറ്റ് വിസിറ്റ്സ്. അതായത് ഈ ചാനലിലോട്ട് നമ്മൾ ട്രാഫിക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ലിങ്ക്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യില്ലേ വേറെ സോഴ്സസ് നിന്ന്? ആ ഒരു ടൈപ്പ് സോഷ്യൽ മീഡിയാസ്, പിന്നെ ലിങ്ക്സ്, ആഡ്സ് അങ്ങനെയൊക്കെ പറഞ്ഞ് ഉണ്ടാവില്ലേ ട്രാഫിക് ടൈപ്പ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അങ്ങനത്തെ സെഗ്മെൻറ്റ്സ് ആണ്. സോ അതിൽ ഏറ്റവും കൂടുതൽ ഏതാണ് വരുന്നതെന്നാണ് ചെക്ക് ചെയ്യുന്നത്. ജസ്റ്റ് ആ ഒരു നെയിമിന് പകരം നമ്പർ കൊടുത്തിട്ടുണ്ടെന്നുള്ളൂ. ഓക്കെ, പിന്നെ അതിൽ ചെക്ക് ചെയ്യുന്നത് ഈ ഒരു ബ്രൗസർ ടൈപ്പ് പറഞ്ഞായിരുന്നില്ലേ ഇന്നലെ? അതിൽ ബ്രൗസർ ടൈപ്പിൽ എത്ര റവന്യൂ ജനറേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യുന്നില്ല എന്നാണ് ചെക്ക് ചെയ്യുന്നത്. റവന്യൂ ബൈ ബ്രൗസർ ടൈപ്പ്. ഓക്കെ, ഇത് എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ. അതുപോലെ തന്നെ ആ ഒരു നെയിം അവിടെ
ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് ഒരു നമ്പർ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. പിന്നെ വരുന്നത് ഒരു പെയർ പ്ലോട്ടാണ്. പെയർ പ്ലോട്ട് അറിയില്ലേ? മനസ്സിലായി. രണ്ടെണ്ണം കേൾക്കുന്നത്. അത് ഇപ്പം ന്യൂമറിക്കലൊക്കെ ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ ആ ഒരു ഡാറ്റ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പെയർ പ്ലോട്ട്സ് യൂസ് ചെയ്യുന്നത്. ഒരു കമ്പൈൻഡ് പ്ലോട്ട്. സോ അതിൽ എടുക്കുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ കൊടുത്ത പോലെ ഒരു ലിസ്റ്റ് ഓഫ് ഫീച്ചേഴ്സ് കൊടുക്കുകയാണ്. ബൗൺസ് റേറ്റ്സ്, എക്സിറ്റ് റേറ്റ്സ്, പേജ് വാല്യൂസ് ആൻഡ് റവന്യൂ. ഇത് നേരത്തെ എടുത്തപ്പോൾ നമുക്ക് ഏകദേശം കോറിലേഷൻ ഉണ്ടായിരുന്നതായിരുന്നു. ആൻഡ് ഈ ഒരു 3 നേരത്തെ ബോക്സ് പ്ലോട്ട് ചെയ്തായിരുന്നു. അതിൻ്റെ കൂടെ ഒരു ടാർഗറ്റ് വേരിയബിളും കൂടി കൊടുക്കുകയാണ്. എന്നിട്ട് അതിനെ പെയർ പ്ലോട്ടിലോട്ട് കോൾ ചെയ്യുന്നു. അതിൽ DF സെലക്റ്റഡ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാറ്റ ഫ്രെയിമിലെ സെലക്റ്റഡ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു 4. ആൻഡ് ഹ്യൂ എന്ന് പറഞ്ഞിട്ട് റവന്യൂ കൂടി പാസ് ചെയ്യാണ് അതിൻ്റെ കൂടെ. സോ അതിൻ്റെ ഒരു ഡയഗണൽ കൈൻഡ് ഹിസ്റ്റോഗ്രാം എന്നുള്ള ടൈപ്പാണ് പാസ് ചെയ്യുന്നത്. ഹിസ്റ്റോഗ്രാം ഇത് സ്കാറ്റർ പ്ലോട്ടാണ്. പക്ഷേ ഇവിടെയൊക്കെ നോക്കുകയെന്നുണ്ടെങ്കിൽ കണ്ടോ, ഇനി ഇൻ കേസ് ഇങ്ങനെ സ്കാറ്റർ പ്ലോട്ട് ചെയ്യാൻ പറ്റാത്ത ഇവിടെ താഴത്ത് കണ്ടോ ആ ഒരു ടൈപ്പ് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, കുറേ വാല്യൂസ് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ സ്കാറ്റർ പ്ലോട്ട് ചെയ്യുക. അല്ല എന്നുണ്ടെങ്കിൽ ഈ ഹിസ്റ്റോഗ്രാമും കൂടി ആഡ് ചെയ്യുക എന്നുള്ളത്. അതിന് ഡയഗണൽ കൈൻഡ് ഒന്നുകൂടി ക്ലിയർ ആകട്ടെ. തന്നെയാണ് സ്പെസിഫൈ ദ ടൈപ്പ് ഓഫ് പ്ലോട്ട് ദാറ്റ് അപ്പിയേഴ്സ് ഓൺ ദി ഡയഗണൽ സബ് പ്ലോട്ട്സ്. ദിസ് ഈസ് particularly useful for visualizing the distribution of each variable in your data set. So displays histograms for each variable's distribution. ഈ താഴത്തെ ഒരു ചെറിയ ഹിസ്റ്റോഗ്രാം പോലെ അങ്ങനെ കാണിക്കുന്നുണ്ടാവും. ഇതിൻ്റെ ഒരു ക്ലാരിറ്റി പറഞ്ഞിട്ടില്ല. അതിൻ്റെ ഡിസ്ട്രിബ്യൂഷന് അതിലും കൂടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഡയഗണൽസ്. ഇപ്പോൾ ഇത് ഡയഗണൽസിൽ മാത്രമേ കാണിക്കുന്നുണ്ടാവുള്ളൂ. ഇതിൻ്റെ ഡയഗണൽസ് എന്തിനാണ് കാണിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ബൗൺസ് റേറ്റ്സും തമ്മിൽ ചെക്ക് ചെയ്യണില്ലേ. ഇത് നമ്മൾ ഹീറ്റ് മാപ്പ് ചെക്ക് ചെയ്യില്ലേ, ബൗൺസ് റേറ്റ്സും തമ്മിലുള്ള ചെക്ക് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയും പെയർ പ്ലോട്ട് ചെക്ക് ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ഡയഗണൽസിൽ മാത്രം പാസ് ചെയ്യുന്നത്. കൈൻഡ് കണ്ടോ. ഓക്കെ, ബാക്കിയുള്ളതെന്ന് പറയുമ്പോൾ എക്സിറ്റ് റേറ്റ്സും ബൗൺസ് റേറ്റ്സും അത് ഈ ഒരു രീതിയിലാണ് സ്കാറ്റർ പ്ലോട്ടായിട്ടാണ് പ്ലോട്ട് ചെയ്യുന്നത്. ബാക്കിയുള്ള ഇതിൻ്റെ ടോട്ടൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഹിസ്റ്റോഗ്രാംസ് വിസിബിൾ ആയിരിക്കും. ഇപ്പം ഇതിൽ വാല്യൂസ് കൊടുത്തേക്കണത് നമ്മുടെ ഡാറ്റയിലുള്ള വാല്യൂസ് ആണത്. ഫീച്ചേഴ്സ്, ബൗൺസ് റേറ്റ്സ്, എക്സിറ്റ് റേറ്റ്സ്, പേജ് വാല്യൂസ് ഒക്കെ. ബൗൺസ് റേറ്റ്സിന് ഇപ്പൊ എത്രയാണ് 0 തൊട്ട് 0.15 വരെ കൊടുത്തിട്ടുണ്ടല്ലോ. അത് ഡാറ്റയിലുണ്ടായ വാല്യൂസ് ആണോ അല്ലെങ്കിൽ നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് എന്തെങ്കിലും കൊടുത്തണോ? 0 തൊട്ടിട്ട് 0 ഈ വാല്യൂസ് അല്ലേ? ഇത് എല്ലാത്തിനും ഒരു റേഞ്ചിൽ തന്നെ ആയിരിക്കും ട്രീറ്റ് ചെയ്യുന്നത്. ഡാറ്റയിലുള്ള വാല്യൂസ് ആയിരിക്കും, അതിൻ്റെ പുറത്തേക്കുള്ളത് ഉണ്ടാവില്ല. കാരണം എല്ലാം കൂടി വരണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത്. പിന്നെ റവന്യൂ ഫാൾസ് ട്രൂ എന്ന് പറഞ്ഞിട്ട് ആ കളറ് ഹ്യൂവിൽ പാസ് ചെയ്തില്ലേ, അതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കും. ഇതിലിപ്പോൾ ആ ഒരു ഓറഞ്ച് വരുന്നത് റവന്യൂ ജനറേറ്റ് ചെയ്തത്, ബ്ലൂവിൽ വരുന്നത് റവന്യൂ ജനറേറ്റ് ചെയ്യാത്ത ടൈപ്പ്. സോ എക്സിറ്റ് റേറ്റ്സ് കൂടുതൽ വരുന്നത് റവന്യൂ ജനറേറ്റ് ചെയ്യാത്ത ടൈപ്പാണ്. ആൻഡ് ബൗൺസ് റേറ്റ്സിലും അത് തന്നെയായിരിക്കും. ബൗൺസ് റേറ്റ്സും സോ ആ രീതിയിലാണ് പെയർ പ്ലോട്ട് യൂസ് ചെയ്യുക. ആൻഡ് ആവറേജ് പേജ് വാല്യൂസ് ബൈ റവന്യൂ ഇതിൽ പാസ് ചെയ്യുന്ന ആ ഒരു ബാർ പ്ലോട്ടായിട്ട് എക്സും വൈയും കൂടിയും പാസ് ചെയ്യുന്നുണ്ട്. സോ പേജ് വാല്യൂസും റവന്യൂ തമ്മിലാണ് കമ്പയർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ തീമും കൂടി സെറ്റ് ചെയ്യുന്നു. അപ്പോൾ ആദ്യം റവന്യൂ പേജ് വാല്യൂസ്, എക്സിൽ റവന്യൂ, വൈയിൽ പേജ് വാല്യൂസും വരുന്നുണ്ട്. സോ അതിൽ ഫാൾസ് എന്നുള്ള ഒരു ടൈപ്പ്, ട്രൂ എന്നുള്ള ടൈപ്പ്. പേജ് വാല്യൂ കൂടുതൽ ടൈം അതിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ പേജ് വാല്യൂസ് ആ ഒരു ടൈമിങ്ങിൻ്റെ ബേസിലാണ് വരുന്നത്. അങ്ങനെ കൂടുതലായിട്ട് വരുന്നത് കുറച്ചുകൂടി പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരാണ് ആവറേജ്. ആൻഡ് വിച്ച് ആർ ഹയർ
പേജ് വാല്യൂസ് ആർ അസോസിയേറ്റഡ് വിത്ത് കംപ്ലീറ്റഡ് പർച്ചേസ്. സോ ബൗൺസ് റേറ്റ്സും എക്സിറ്റ് റേറ്റ്സും നമ്മൾ നോക്കിയപ്പോൾ അതിൽ 90% എന്തോ കോറിലേഷൻ ഉണ്ടായിരുന്നു. സോ അതൊന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കുകയാണ്. ആൻഡ് ഡാറ്റ DF ആൻഡ് ഇപ്പോൾ ചെയ്ത പോലെ തന്നെ അതിൽ ബാർ പ്ലോട്ട് ചെയ്തു, ഇവിടെ സ്കാറ്റർ പ്ലോട്ട് ചെയ്യണമെന്നുള്ളൂ. എക്സ് ബൗൺസ് റേറ്റ്സ് പാസ് ചെയ്തു, Y എക്സിറ്റ് റേറ്റ്സ് ആൻഡ് Q അതിൻ്റെ കൂടെ റവന്യൂ കൂടിയും പാസ് ചെയ്തു. അപ്പോൾ അതിൽ ഏതൊക്കെയാണ് പർച്ചേസ് ചെയ്ത പോയിൻറ്റ്സ്, ഏതൊക്കെയാണ് പർച്ചേസ് ചെയ്യാത്തതെന്ന് അറിയാം. ഇത് ഒന്നുകൂടി എക്സ്പാൻഡ് ചെയ്ത് ഇങ്ങനെ എടുക്കണമെന്നേ ഉള്ളൂ. അതിൻ്റെ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുക്കുക. ബൗൺസ് റേറ്റ്സും എക്സിറ്റ് റേറ്റ്സും കമ്പയർ ചെയ്യുന്നത്. സോ ഇതുവരെയുള്ള ഒരു ഫൈൻഡിങ്സ് സമ്മറൈസ് ചെയ്യുകയാണ്. ഈ ഡാറ്റ ഇംബാലൻസ്ഡ് ആയിരുന്നു, അതായത് കൂടുതലും റവന്യൂ ജനറേറ്റ് ചെയ്യാത്ത ടൈപ്പായിരുന്നു. 12,330 ഡാറ്റ ഉണ്ടായിരുന്നു. ഡ്യൂപ്ലിക്കേറ്റ്സ് റിമൂവ് ചെയ്തു. ഡ്യൂപ്ലിക്കേറ്റ്സ് റിമൂവ് ചെയ്തിട്ട് അത് പിന്നെയും ചെക്ക് ചെയ്തപ്പോൾ ടാർഗറ്റ് ഡിസ്ട്രിബ്യൂഷനിൽ 10,000 സംതിങ് റവന്യൂ ജനറേറ്റ് ചെയ്യാത്ത ടൈപ്പും ബാക്കിയുള്ള ഒരു 2,000 സംതിങ് റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ടൈപ്പായിരുന്നു. സോ ഈ ഒരു ഡാറ്റ ഡിസ്ട്രിബ്യൂഷൻ തമ്മിൽ ഭയങ്കര വേരിയേഷൻ ഉണ്ട്. അതുകൊണ്ട് ഡാറ്റ ഇംബാലൻസ്ഡ് ആയിരുന്നു. ആൻഡ് റിട്ടേണിംഗ് വിസിറ്റേഴ്സ് ആർ മോർ ലൈക്ലി ടു മേക്ക് പർച്ചേസ്. അതായത് കണ്ടിന്യൂസ്ലി വരുന്ന ആൾക്കാർ അല്ലെങ്കിൽ എഗെയിൻ റിട്ടേൺ ചെയ്യുന്ന കസ്റ്റമേഴ്സാണ് കൂടുതലും പർച്ചേസ് ചെയ്യാനുള്ള ടെൻഡൻസി കാണിക്കുന്നത്. ദെൻ സർട്ടൈൻ മന്ത്സ് ഷോ ഇൻക്രീസ്ഡ് പർച്ചേസിങ് ആക്ടിവിറ്റി. അതിൽ ചെക്ക് ചെയ്തപ്പോൾ നവംബർ, ഡിസംബറിൽ കുറച്ച് കൂടുതലായിരുന്നു. ആൻഡ് മെയ്യിൽ ഈ ഒരു 3 മന്ത്സിലായിരുന്നു പർച്ചേസ് കുറച്ചുകൂടി വന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് പേജ് വാല്യൂസ് ഈസ് എക്സ്പെക്റ്റഡ് ടു ബി സ്ട്രോങ് പ്രെഡിക്റ്റർ ഓഫ് റവന്യൂ. പേജ് വാല്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾ എത്ര ടൈം അതിൽ സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് മീനിങ്. അപ്പോൾ എത്ര സ്പെൻഡ് ചെയ്യുന്നോ അതിനനുസരിച്ചിട്ട് വാങ്ങാനുള്ള ചാൻസ് കൂടുതലുണ്ട്. ദെൻ ഹയർ ബൗൺസ് റേറ്റ്സ് ആൻഡ് എക്സിറ്റ് റേറ്റ്സ് ടെൻസ് ടു കറസ്പോണ്ട് ടു ലോവർ പർച്ചേസിങ് ലൈക്ലിഹുഡ്. ബൗൺസ് റേറ്റ്സും എക്സിറ്റ് റേറ്റ്സും എന്താണ്, ഓൾറെഡി അത് കോറിലേറ്റഡ് ആണെന്ന് പറഞ്ഞു. ആൻഡ് ഈ കോറിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ രണ്ടും വന്നാലും അവിടെ നിന്ന് പർച്ചേസ് വരാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. ബൗൺസ് റേറ്റ്സ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഒരു പേജിലേക്ക് ചേഞ്ച് ചെയ്ത് പോകുന്നത്. എക്സിറ്റ് റേറ്റ്സ് എന്ന് പറഞ്ഞാൽ ടോട്ടലി ആ ഒരു ആപ്ലിക്കേഷൻ ആമസോൺ ആണെന്നുണ്ടെങ്കിൽ ആമസോൺ, അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് ആണെങ്കിൽ ഫ്ലിപ്കാർട്ട് ക്ലോസ് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും ആക്ടിവിറ്റിയിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. സോ അവിടെ നിന്ന് അവർ പർച്ചേസ് ചെയ്യാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. ആഡ്സ് എന്തൊക്കെ വന്നാലും അവർ അങ്ങനെ ക്ലിക്ക് ചെയ്ത് പോകുന്നതൊക്കെയാണ് ബൗൺസ് റേറ്റ്സ് എന്നൊക്കെ പറയുന്നത്. ടോട്ടലി ക്ലോസ് ചെയ്ത് പോകുന്നതിന് എക്സിറ്റ് റേറ്റ് എന്നുള്ളത്. സോ അതുകൊണ്ടാണത് ഹൈലി കോറിലേറ്റഡ് ആയിട്ട് നിൽക്കുന്നത്. ആൻഡ് ഔട്ട്ലയേഴ്സ് ആർ പ്രസൻറ്റ് ബട്ട് XGBoost ക്യാൻ ജനറലി ഹാൻഡിൽ ദം വിത്തൗട്ട് എക്സ്പ്ലിസിറ്റ് റിമൂവൽ. സോ XGBoost ഫീച്ചർ സെലക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, റെഗുലറൈസേഷൻ അതൊക്കെ വെച്ചിട്ട് ഫീച്ചർ സെലക്ഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഇത് ഓട്ടോമാറ്റിക്കലി അത് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ചെയ്യുന്നത് ആ ഒരു ഡാറ്റ ഫ്രെയിമിൻ്റെ കോപ്പി എടുക്കുകയാണ്. df.head എന്ന് പറഞ്ഞിട്ട് ഹെഡ് പ്രിൻറ്റ് ചെയ്യുകയാണ്. ആൻഡ് ഡി ടൈപ്സ് ഒന്നുകൂടി ചെക്ക് ചെയ്യുകയാണ് ഇപ്പോൾ ഉള്ള ആ ഒരു ഫീച്ചേഴ്സ്. Then since XGBoost requires numerical inputs, we will convert categorical variables into numerical values. നമ്മൾ എന്താ ചെയ്യണേ, എൻകോഡർ എന്ന് പറഞ്ഞിട്ട് ലേബൽ എൻകോഡർ കോൾ ചെയ്യുന്നു. കാറ്റഗറിക്കൽ കോളംസ് എന്ന് പറഞ്ഞിട്ട് മാനുവലി പാസ് ചെയ്യാണ്. മന്തും വിസിറ്റർ ടൈപ്പും പാസ് ചെയ്യാണ്. എന്നിട്ട് ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഫോർ കോളം ഇൻ കാറ്റഗറിക്കൽ കോളംസ്. ഓക്കെ, അപ്പോൾ കോളം ആദ്യം ആക്സസ് ചെയ്യുമ്പോൾ ഏത് വരിക, മന്ത് എന്നുള്ളത്. രണ്ടാമത് ഐട്രേഷനിൽ വിസിറ്റർ ടൈപ്പ് എന്ന് വരും. സോ ഡാറ്റ ഡോട്ട് കോളം എന്ന് പറയുമ്പോൾ ആദ്യത്തേൽ മന്ത് എന്നുള്ളതാണ് വരുന്നെങ്കിൽ എൻകോഡർ ഡോട്ട് ഫിറ്റ് അണ്ടർസ്കോർ ട്രാൻസ്ഫോം ഡാറ്റ കോളം. ലേബൽ എൻകോഡർ ആണ് കൊടുക്കുന്നത്. സോ മന്തിൽ എത്ര വാല്യൂസ് ഉണ്ടോ അതിന് ലേബൽ എൻകോഡർ യൂസ് ചെയ്യുമ്പോൾ 0, 1, 2, 3, 4 അങ്ങനെ വരില്ലേ, അതേപോലെ ലേബൽ എൻകോഡിങ് കംപ്ലീറ്റ് ചെയ്യും. അത് നെക്സ്റ്റ് വിസിറ്റർ ടൈപ്പിൽ പോകും. വിസിറ്റർ ടൈപ്പിൽ പോയിട്ട് സെയിം ഇതേപോലെ ലേബൽ എൻകോഡിങ് അപ്ലൈ ചെയ്യും. ആ ഒരു ഡാറ്റ ഓഫ് കോളം എന്ന് പറഞ്ഞാൽ എന്താണ്, ഡാറ്റ എന്നുള്ളത് ഇവിടുത്തെ ആ ഒരു ഡാറ്റ ഫ്രെയിമിൻ്റെ നെയിം, ഡാറ്റ ഫ്രെയിമിൻ്റെ ആ കോപ്പി ചെയ്തതിൻ്റെ നെയിമാണത്. സോ അതിലെ കോളമായിട്ട് എടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. സോ അതുകൊണ്ട് ഐട്രേഷനിൽ വരുമ്പോൾ ഇതിൽ രണ്ടിലും ലേബൽ എൻകോഡിങ് അപ്ലൈ ചെയ്യും. ദെൻ ഡാറ്റ ഡോട്ട് ഹെഡ് എന്ന് പറഞ്ഞിട്ട് മന്തിൻ്റെ എവിടെ മന്ത് 2, 1 അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്
ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ദെൻ വിസിറ്റർ ടൈപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 എന്നുള്ള ആ ഒരു രീതിക്ക് ലേബൽ എൻകോഡിങ് കഴിഞ്ഞപ്പോൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ദെൻ കൺവേർട്ട് ബൂളിയൻ കോളംസ് ടു ഇൻറ്റീജർ. ഇനിയുള്ളത് നമുക്ക് ഈ ഒരു ബൂളിയൻ ടൈപ്പ് ഇല്ലേ, വീക്കെൻഡും റവന്യൂ ആണ് ഉള്ളത്. സോ കൺവേർട്ട് ബൂളിയൻ ടൈപ്പ് ടു ഇൻറ്റീജർ ആൻഡ് ഡാറ്റ വീക്കെൻഡ് അസ് ടൈപ്പ് ഇൻറ്റീജർ. ഡാറ്റ അസ് ടൈപ്പ് ഇൻറ്റീജർ എന്ന് പറഞ്ഞിട്ട് കോൾ ചെയ്തു. സോ അതിൻ്റെ ടൈപ്പും ഇൻറ്റ് 64 എന്നുള്ളതായി. സോ ഒന്നുകൂടി ചെക്ക് ചെയ്യാണ്. റവന്യൂ എന്നുള്ളത് 0ഉം 1ഉം ആയിട്ടുണ്ടാവും. പിന്നെ ഏതുണ്ടായിരുന്നത്, വീക്കെൻഡും ഉണ്ടായിരുന്നു. അപ്പോൾ അത് ട്രൂവും ഫാൾസും ആയിരുന്നു. അതും 0ഉം 1ഉം ആയിട്ട് ചേഞ്ച് ചെയ്തു. സോ നമുക്ക് പ്രൊഡിക്ഷൻ ചെയ്യാനുള്ളതൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത്ര വരെയുള്ള ക്ലിയർ ആണോ? ഓക്കെ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, അത് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇൻപുട്ടും ഔട്ട്പുട്ട്സും നോക്കണ്ടേ. ഇപ്പോൾ ഇതിൽ ബൂളിയൻ ചേഞ്ച് ചെയ്തിട്ട് 0ഉം 1ഉം ആയാലും നമുക്ക് ആ ഒരു പ്രൊഡിക്ഷൻ വരുമ്പോൾ അത് ഏതാണെന്ന് അറിയാമല്ലോ. ഒരുപാട് അങ്ങനെ ചേഞ്ച് ഒന്നും വരുന്നില്ല. നമ്മൾ അതിനെ ഷ്രിങ്ക് ചെയ്യുന്നോ അങ്ങനത്തെ പരിപാടി ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ 0ഉം 1ഉം ആണെന്നുണ്ടെങ്കിൽ ട്രൂവും ഫാൾസും ഉള്ള പോലെ തന്നെയാണ്. അതുകൊണ്ടാണ് അത് കൺവേർട്ട് ചെയ്യുന്നത് എളുപ്പത്തിന് വേണ്ടിയിട്ട്. ആൻഡ് സെപ്പറേറ്റ് ഫീച്ചേഴ്സ് ആൻഡ് ടാർഗറ്റ് എക്സ് ഈക്വൽ ടു ഡാറ്റ ഡ്രോപ്പ് റവന്യൂ എന്ന് പറഞ്ഞിട്ടുള്ള കോളം ഡ്രോപ്പ് ചെയ്യുന്നു. ആക്സിസ് 1 എന്ന് പറഞ്ഞാൽ കോളംസ് ആണ്. അപ്പോൾ റവന്യൂ എന്നുള്ളത് ഡ്രോപ്പ് ചെയ്യുന്നു. എന്നിട്ട് ബാക്കിയുള്ള മൊത്തം കളക്ട് ചെയ്യുമ്പോൾ ആ ഒരു ഫീച്ചേഴ്സ് ടോട്ടലി കിട്ടും, ഇൻപുട്ട്സ്. ദെൻ വൈ എന്നുള്ളത് ഡാറ്റ ഓഫ് റവന്യൂ എന്ന് പറഞ്ഞിട്ട് ഡാറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ഡാറ്റ ഫ്രെയിമിൽ നിന്ന് ഈ റവന്യൂ എന്ന് പറഞ്ഞിട്ടുള്ള കോളം കളക്ട് ചെയ്യുന്നു. കോളം കളക്ട് ചെയ്യുന്ന സിൻറ്റാക്സ്. ഓക്കെ. ദെൻ ഇതിൻ്റെ ഷേപ്പ് പ്രോപ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഫീച്ചർ മാട്രിക്സ് ഷേപ്പ് 18 കോളംസ് ആണെന്ന് തോന്നുന്നു. ടാർഗറ്റും കൂട്ടിയിട്ടുള്ളത് 12330 18 അത് ഡ്യൂപ്ലിക്കേറ്റ്സ് ഇതൊക്കെ റിമൂവ് ചെയ്തിട്ട് 12205 റോസും 17 കോളംസും ആണുള്ളത്. ഫീച്ചർ മെട്രിക്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് എക്സ് ഡോട്ട് ഷേപ്പ് എന്ന് പറഞ്ഞാൽ എക്സിൽ എന്താ ഉള്ളത് ആ ഒരു ഇൻപുട്ട്സ് ആണുള്ളത്. സോ അതുകൊണ്ടാണ് 12205 17 എന്ന് പറയുന്നത്. അതിന് ഇതിലൊരു കോളം മാത്രമേ ഉള്ളൂ, ഒരു കോളം മാത്രമേ ഉള്ളൂ. അപ്പോൾ 12205 അല്ലെങ്കിൽ 12205, 1 എന്നിട്ടാലും സെയിം ആണ്. ഓക്കെ. ഇത് ഒന്നും കൂടി ഇവിടെ ഉണ്ട് എന്നാണ് മീനിങ്. എക്സിൻ്റെ വൈൻ്റെ ഷേപ്പ് മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ. ദെൻ ഡിസ്പ്ലേ ഫീച്ചർ നെയിംസ്. ഇതിലെ എക്സ് ഡോട്ട് കോളംസ് എന്ന് പറഞ്ഞാൽ എന്താ, ഡി എഫ് ഡോട്ട് കോളംസ് എന്ന് പറഞ്ഞിട്ട് കോൾ ചെയ്യില്ലേ, അതിനൊരു ലിസ്റ്റിലേക്ക് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുക. ഈ 17 കോളംസിനെ ഒരു ലിസ്റ്റ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ അതാണ് ഇവിടെ എടുത്തേക്കണേ, വീക്കെൻഡ് വരെ ഉള്ളത്. ദെൻ റവന്യൂ മാത്രമാണ് പുറത്ത് വെക്കുന്നത്. എക്സിൽ ആ ഒരു ഇൻപുട്ട്സ് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അതിനെ ഒരു ലിസ്റ്റിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് എടുക്കുക എന്നുള്ളതാണ്. ദെൻ ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് എന്നുള്ളത്, വി സ്പ്ലിറ്റ് ഡാറ്റ ഇൻ ടു ട്രെയിനിങ് ആൻഡ് ടെസ്റ്റിംഗ് സെറ്റ്സ് ടു സെറ്റ്സ് സോ ദ മോഡൽ ക്യാൻ ബി ഇവാലുവേറ്റഡ് ഓൺ അൺസീൻ ഡാറ്റ. സോ അതിന് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്യാമെന്ന്. ടെസ്റ്റ് സൈസ് 0.20, റാൻഡം സ്റ്റേറ്റ് 42, സ്ട്രാറ്റിഫൈ ഈക്വൽ ടു y റേഷ്യോ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇറ്റ് എൻഷുവേഴ്സ് ദാറ്റ് ദ പ്രൊപ്പോർഷൻ ഓഫ് പർച്ചേസ് ആൻഡ് നോൺ പർച്ചേസ് റെക്കോർഡ്സ് remain similar in both the training and testing data sets, which is especially important for imbalanced classification problems. ഇതുവരെ ക്ലിയർ അല്ലേ? ദെൻ അതിൻ്റെ ഷേപ്സ് ചെക്ക് ചെയ്യുകയാണ്. എക്സ് ട്രെയിനിൻ്റെ എക്സ് ടെസ്റ്റ്, വൈ ട്രെയിൻ വൈ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. സോ ആ ഒരു 80-20 റേഷ്യോയിലാണ് അത് കീപ്പ് ചെയ്തേക്കണേ. അപ്പോൾ ട്രെയിനിങ് ഫീച്ചേഴ്സ്, ടെസ്റ്റിംഗ് ഫീച്ചേഴ്സ്, നമ്മൾ ട്രെയിനിങ്ങിനും ടെസ്റ്റിങ്ങിനും സെപ്പറേറ്റ് അക്യുറസി ഒക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അതേപോലെ ഇതിൽ ചെയ്യുന്നത് നമ്മൾ 80%, 20% ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പോൾ ട്രെയിനിങ് ഫീച്ചേഴ്സ് ഈ ഒരു 9764 വരുന്നെങ്കിൽ ബാക്കി 12225 അല്ലേ ആകെ വരുന്നത്. 12205 ആകെ വരുന്നത്. അതിൽ 9764, ഏകദേശം ഒരു 80% ട്രെയിനിങ്ങിനും പോയി ടെസ്റ്റിങ്ങിനും പോയി. ട്രെയിനിങ് ലേബൽസും ടെസ്റ്റിംഗ് ലേബൽസും. ഓക്കെ. അതായത് ഇത്രേ ഉള്ളൂ. ഇതിൽ ട്രെയിനിങ് ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ എക്സ് ട്രെയിനിൻ്റെ ഷേപ്പ് പ്രിൻ്റ് ചെയ്യുന്നു. 9764 17 കോളംസും എക്സ് ട്രെയിൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ല? ഇല്ല, കുഴപ്പമില്ല. ഇതൊക്കെ നമ്മൾ ചെയ്തിരുന്നല്ലേ. അതായത് 80-20 കട്ട് ചെയ്യില്ലേ. കട്ട് ചെയ്യുമ്പോൾ ആകെ ഉള്ളത് എത്രയാണ്? 12205. അപ്പോൾ അതൊന്ന് 80% എന്ന് പറയുമ്പോഴാണ്
80% ട്രെയിനിങ്ങും 20% ടെസ്റ്റിങ്ങും അല്ലേ നമ്മൾ കൊടുക്കണേ? അതിന്റെ സ്പ്ലിറ്റ് ആണ് ഈ 9,000 80%, ആ 20%. 80%, 9,764 17 എന്ന് പറയുമ്പോൾ അത്രയും കോളംസ് ഇൻപുട്ടിൻ്റെ. പിന്നെ അതിൻ്റെ ടെസ്റ്റിംഗ് ആണ് എടുക്കുന്നത്. ടെസ്റ്റിംഗ് 20% ഉണ്ടാവില്ലേ, അത് 2,441 17. പിന്നെ വരുന്നത് ട്രെയിനിങ് ലേബിൾസ്. വൈറ്റ് ട്രെയിനിൻ്റെ ഷേപ്പാണ് പ്രിൻ്റ് ചെയ്യിക്കുന്നത്. വൈറ്റ് ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താ, ആ ഒരു 80% ഔട്ട്പുട്ട് കോളം ഇല്ലേ, അതിൻ്റെ ട്രെയിനിങ് ആണ് വൈറ്റ് ട്രെയിൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുക്കുന്നത്. പിന്നെ ടെസ്റ്റിങ്ങിൻ്റെ ലേബൽസ് എന്ന് പറഞ്ഞിട്ട് 2,441 എണ്ണത്തിൻ്റെ ആ ഒരു അൺസീൻ ഡാറ്റയുടെ ലേബൽസും. സോ ആ ഒരു ഫീച്ചേഴ്സും ലേബൽസും ആണ് സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ എടുക്കുന്നത്. ട്രെയിനിങ് ലേബൽ എന്തിട്ടാണ് പറഞ്ഞത്? ട്രെയിനിങ് ലേബൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രെയിനിങ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്ന 80% ഇല്ലേ, അതിൽ ഇൻപുട്ട് ഡാറ്റയുടെ ആ ഒരു ഇതാണ് ട്രെയിനിങ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് എക്സ് ട്രെയിനിലും എക്സ് ടെസ്റ്റിലും ആണ് ഉണ്ടാവുക. ദെൻ വൈ ട്രെയിൻ എന്ന് പറഞ്ഞാൽ വൈ നമ്മൾ എന്തായിട്ട് എടുക്കണേ, ഔട്ട്പുട്ടായിട്ട്. അതിൻ്റെ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താ വരിക, അതായത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നത് ഇത്രേ ഉള്ളൂ. 80% ട്രെയിനിങ്ങിനാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്, 20% ടെസ്റ്റിങ്ങിന് സ്പ്ലിറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ നോക്കേണ്ടത് എക്സും വൈയും എന്താണെന്നുള്ളത്. എക്സും വൈ എന്താ, ഇൻപുട്ടും ഔട്ട്പുട്ടും. സോ ആ ഒരു 80% എക്സിൻ്റെ കൂടെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വരുന്നതൊക്കെ ട്രെയിനിങ്ങിലും ടെസ്റ്റിങ്ങിലും വരുന്നതായിരിക്കും. ഓക്കെ. പിന്നെ വൈ എന്ന് പറയുന്നത് ആ ഒരു 20% കണക്ട് ചെയ്യാം. 20% അതായത് വൈറ്റ് ട്രെയിനിൽ വരുമ്പോൾ ഇൻപുട്ടിൻ്റെ ഇതിലിപ്പോൾ വരുന്നത് 80% ആയിരിക്കും ഡാറ്റ. ഈ 80%ൻ്റെ ബാക്കി എവിടെയാണ് വരുന്നത്, ഇവിടെ 20% ആയിരിക്കും. 20% ട്രെയിനിങ്ങും ടെസ്റ്റിങ്ങും. ഇത് ട്രെയിനിങ് തന്നെ സ്പ്ലിറ്റ് ചെയ്യാണ്. ട്രെയിനിങ് ഡാറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻപുട്ടും ഔട്ട്പുട്ടും വരുന്നുണ്ടല്ലോ, രണ്ടും കൊടുക്കണ്ടേ നമുക്ക്. അപ്പോൾ എക്സ് ടെസ്റ്റിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞിട്ട് നോക്കുകയെന്നുണ്ടെങ്കിൽ ടെസ്റ്റിംഗ് ഫീച്ചേഴ്സ് 2,441 17. ആകെ 100% ഡാറ്റയുണ്ട്. 100% ഡാറ്റയിൽ നിന്ന് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് 80% കൊടുത്തു. അതിൽ ഈ ഇൻപുട്സ് ടോട്ടലി ഉണ്ട്. ബോർഡിലാണെന്നുണ്ടെങ്കിൽ പിന്നെ ഓക്കെ. അതായത് നമുക്കിപ്പോൾ 12,205 ആദ്യം നമ്മൾ ഔട്ട്പുട്ട്സ് എടുക്കുന്നില്ല. ഇതിൽ രണ്ടെണ്ണത്തിൽ വരുന്നത് ഇൻപുട്ടിൻ്റെ തന്നെ 80% 20% സ്പ്ലിറ്റാണ്, ഇൻപുട്ട് മാത്രം. പിന്നെ അടുത്തതിൽ വരുന്നത് ഔട്ട്പുട്ടിൻ്റെ മാത്രം. ഔട്ട്പുട്ടിന് 80% 20% സ്പ്ലിറ്റ് ചെയ്യണ്ടേ. ഇവിടെ നോക്കുക, 9,764 അത്രയും ഔട്ട്പുട്ട്സ് ഇതിനെ കണക്ട് ചെയ്തിട്ട് വരണമല്ലോ. അപ്പോൾ അതിനാണ് 9,764 1 എന്നുള്ള രീതിയിൽ കൊടുത്തതാണ്. പിന്നെ അടുത്തത് അതിൻ്റെ ടെസ്റ്റിങ്ങും കൊടുക്കുമ്പോൾ അതിനും ഔട്ട്പുട്ട്സ് ഉണ്ടല്ലോ 20%-ന്, ഈ രണ്ടാമത് കൊടുത്തതിന്. അതാണ് ഇവിടെ കണക്ട് ചെയ്തിട്ട് വരുന്നത്. പിന്നെ ചെക്ക് ചെയ്യുന്നത് അതിൻ്റെ ക്ലാസ് ഡിസ്ട്രിബ്യൂഷൻ, ഈ സ്പ്ലിറ്റ് കഴിഞ്ഞിട്ടുള്ളത്. വൈറ്റ് ട്രെയിൻ വാല്യൂ അണ്ടർസ്കോർ കൗണ്ട്സ് നോർമലൈസ് ട്രൂ. നമ്മൾ ആ ഒരു പെർസെൻറ്റേജ് ഒക്കെ കൺവേർട്ട് ചെയ്യാൻ യൂസ് ചെയ്യില്ലേ, നോർമലൈസേഷൻ. 0 1 എത്ര വരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ട്രെയിൻ സെറ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഈ എടുത്ത വാല്യൂസ് ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്യുക. 0.84 0.15. ദെൻ ടെസ്റ്റിംഗ് സെറ്റ് ഡിസ്ട്രിബ്യൂഷൻ 84 15. The class proportions should be nearly identical, confirming that stratified sampling worked correctly. നമ്മൾ സ്ട്രാറ്റിഫൈ ഈക്വൽ ടു വൈ എന്ന് പറഞ്ഞിട്ട് എടുക്കുന്നില്ലേ,
അത് പ്രോപ്പറായിട്ടാണോ എടുത്തിരിക്കുന്നത്, ട്രെയിനിങ്ങിലും ടെസ്റ്റിങ്ങിലും വരുമ്പോൾ എടുത്തിരിക്കുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. തന്നെ ആ ഒരു ട്രെയിനിങ് ഡാറ്റ ചെക്ക് ചെയ്യാണ്. എക്സ്ട്രെയിൻ എത്ര വന്നിട്ടുണ്ട്. ഇപ്പോൾ എക്സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത്, 9764,17 എന്നുള്ളതാണ് ഷേപ്പ് വരുന്നത്. അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീക്കെൻഡ് വരെയുള്ളത് വരുന്നുണ്ട്, റവന്യൂ വരുന്നില്ല, വീക്കെൻഡ് വരെയുള്ളത് വരുന്നുണ്ട്. ദെൻ വൈറ്റ് ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താ ഉള്ളത്, ആ ഒരു 80% വൈറ്റ് ട്രെയിൻ ആകുന്നല്ലേ, യെസ്, ആ ഒരു ഇവിടെ 80% വരെ, ഇവിടെ 20. ഓക്കെ, ഇവിടെ 20 വരിക. അപ്പോൾ എക്സ്ട്രെയിനും വൈറ്റ് ട്രെയിനും പ്രിൻ്റ് ചെയ്ത് നോക്കി. ദെൻ പ്രീ പ്രോസസ്സിംഗ് സമ്മറി. എക്സ്ട്രീബൂസ് റിക്വയർസ് ന്യൂമറിക്കൽ ഇൻപുട്ട് ഫീച്ചേഴ്സ്. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം ആ ഒരു ന്യൂമറിക്കലിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. കാറ്റഗറിക്കൽ വേരിയബിൾസ് മസ്റ്റ് ബി എൻകോഡഡ്. അതിൻ്റെ കാറ്റഗറിക്കൽ വേരിയബിൾസ് എൻകോഡ് ചെയ്യണം. ദെൻ ബൂളിയൻസ് നമ്മൾ ഇൻറ്റീജറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. വീക്കെൻഡും റവന്യൂ എന്നുള്ളത്. ഫീച്ചേഴ്സ് എക്സ് ആൻഡ് ടാർഗറ്റ് വൈ ആർ സെപ്പറേറ്റഡ്. ദെൻ ഡാറ്റ സെറ്റ് ഈസ് സ്പ്ലിറ്റ് ഇൻ ടു ട്രെയിനിങ് ആൻഡ് ടെസ്റ്റിംഗ് സബ്സെറ്റ് യൂസിങ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്. സ്ട്രാറ്റിഫൈ ഈക്വൽ ടു വൈ എന്ന് പറഞ്ഞിട്ട് ആ ഒരു റേഷ്യോ കീപ്പ് ചെയ്യുന്നത്. And the model will be trained only on the training data and evaluated on the testing data to estimate its performance on unseen examples. നമ്മളിപ്പോൾ ഒരു ടെസ്റ്റിംഗ് ഡാറ്റ അതിലേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എന്താ ഉണ്ടാവുക, അതിനൊരു വേർഡ് പറയുമല്ലോ. അതായത് നമ്മൾ നോർമലി ട്രെയിനിങ് ഡാറ്റ മാത്രമേ ഫിറ്റ് ചെയ്ത് കൊടുക്കുള്ളൂ. ഫിറ്റ് അണ്ടർ സ്കോർ ട്രാൻസ്ഫോം എന്നുള്ള മെത്തേഡിൽ ട്രെയിനിങ് ഡാറ്റ മാത്രമേ അതിന് കൊടുക്കുള്ളൂ. ഞാൻ എന്തെങ്കിലും കാരണവശാൽ ടെസ്റ്റിംഗ് ഡാറ്റ ഫിറ്റ് ചെയ്ത് കൊടുക്കാൻ പറയുകയാണ്, അപ്പോൾ എന്താ ഉണ്ടാവുക, അതിന് ഫിറ്റ് ചെയ്ത് കൊടുത്താൽ ടെസ്റ്റിംഗ് ഡാറ്റ കൊടുത്താൽ അത് ഓൾറെഡി മറ്റേ ഡാറ്റ ലീക്കേജ് തന്നെയാണ്. ഡാറ്റ ലീക്കേജ്. ഓക്കെ, ഡാറ്റ ലീക്കേജ് വരുന്നതുകൊണ്ടാണ് നമ്മൾ ടെസ്റ്റിംഗ് ഡാറ്റ ഫിറ്റ് ചെയ്ത് കൊടുക്കാത്തത്. ടെസ്റ്റിംഗ് ഡാറ്റ എന്ന് പറയുമ്പോൾ അൺസീൻ ഡാറ്റ ആയിരിക്കും, അതൊരിക്കലും മോഡലിന് ഫിറ്റ് ചെയ്ത് കൊടുക്കരുത്. ഇനി നമ്മൾ ആ ഒരു എക്സ്ട്രീബൂസിൻ്റെ മോഡൽ ക്രിയേറ്റ് ചെയ്യാണ്. ഒരു ഡിഫോൾട്ട് പാരാമീറ്റേഴ്സും കുറച്ചൊക്കെ വെച്ചിട്ടാണ് ആദ്യം സെറ്റ് ചെയ്യുന്നത്. ട്യൂണിങ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് മാത്രമേ എടുത്തുള്ളൂ. എസ്റ്റിമേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബൂസ്റ്റിങ്ങിൽ മറ്റേതിൽ നമ്പർ ഓഫ് ട്രീസ് ആണ് വരുന്നത്, റാൻഡം ഫോറസ്റ്റിലൊക്കെ. ഇതിൽ വരുന്നത് എത്ര ബൂസ്റ്റിംഗ് റൗണ്ട്സ് അപ്ലൈ ചെയ്യണം എന്നുള്ളത്. സോ അത് ഒരു 100 to 2000+ ഒക്കെയാണ് വരുന്നത്. ഡാറ്റ സെറ്റിനനുസരിച്ചിട്ട് ഒരു 100 എന്നുള്ളത് പാസ് ചെയ്തു. ദെൻ ലേണിംഗ് റേറ്റ് എറ്റാന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം പറഞ്ഞായിരുന്നില്ലേ, എത്ര സ്റ്റെപ്പ് വൈസ് ഒരു കൺട്രോൾസ് ഹൗ ക്വിക്ക്ലി ദ മോഡൽ ലേൺസ്. ആൻഡ് മാക്സിമം ഡെപ്ത്ത്, എത്ര ലെവൽ വരെ ആ ഒരു ഡെപ്ത്ത് പോകണം, ട്രീയുടെ ഗ്രോത്ത് എത്ര വരെ പോകണം എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് മാക്സിമം ഡെപ്ത്ത്. ദെൻ റാൻഡം സ്റ്റേറ്റ് അറിയാം, ആ ഒരു സ്പ്ലിറ്റ് പ്രോപ്പർലി ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് സെയിം സ്പ്ലിറ്റ്. ദെൻ ഇവാലുവേഷൻ മെട്രിക്സ്, ഇത് ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം ആണ്, അതുകൊണ്ട് ലോഗ് ലോസ് എന്നുള്ള പാസ് ചെയ്തു. റിഗ്രഷൻ ആണെന്നുണ്ടെങ്കിലോ കൺഫ്യൂഷൻ അല്ല, കൺഫ്യൂഷൻ ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ്. നമ്മളല്ലാണ്ട് കുറച്ച് റിഗ്രഷൻ്റെ മെത്തേഡ്സ് യൂസ് ചെയ്തായിരുന്നല്ലോ ഇവാലുവേഷൻ നോർമലി യൂസ് ചെയ്യുന്നത്. റിഗ്രഷൻ്റെ ലോസ് ഫങ്ഷൻസ് പഠിച്ചിട്ടില്ലേ? അതിൽ ഏതാണ് ഈ ഒരു റിഗ്രഷൻ ടൈപ്പിൽ XGBയിൽ യൂസ് ചെയ്യുക? XGBയിലും റാൻഡം ഫോറസ്റ്റിലൊക്കെ എറർ കണ്ടുപിടിക്കാൻ നമ്മൾ റിഗ്രഷനിൽ എന്തോരം മെത്തേഡ് യൂസ് ചെയ്തിട്ടുണ്ട്? അതായത് നമ്മളിപ്പോൾ ലീനിയർ റിഗ്രഷനിൽ ഒരു പോയിന്റ് ബെസ്റ്റ് ഫിറ്റിലല്ല നിൽക്കുന്നത്. ആ ഒരു പോയിന്റ് കറക്റ്റ് പോയിന്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എത്ര ദൂരം പോകണം എന്നുള്ളത് നമ്മൾ എന്ത് വെച്ചിട്ടാണ് മെഷർ ചെയ്യുന്നത്? കുറച്ച് മെത്തേഡ്സ് ഉണ്ടായിരുന്നല്ലോ റിഗ്രഷനിൽ. അതെന്തായിരുന്നു? ഒരു 2-3 മെത്തേഡ് ഉണ്ടായിരുന്നു.
ഈ കാര്യം പിടികിട്ടി മറ്റേ അടിയിലുള്ള പോയിന്റിലോട്ട് അടുത്തെത്തി അല്ലെങ്കിൽ എക്സീഡ് ചെയ്ത് അതിന് പോയാ. ലോസ് ഫംഗ്ഷൻ എന്നാ പറയുക. ഓക്കെ ഓക്കെ. ലോസ് ഫംഗ്ഷൻ, ഇതന്നെയല്ലേ മീൻ ഞാൻ സ്ക്വയർഡ് എറർ ഒക്കെ അറിയോ? മീൻ സ്ക്വയർ മറ്റേ മീൻ സ്ക്വയർഡ് എറർ, ഇതാക്കി R2 കൊടുത്തിട്ട്. സ്കോർ, പിന്നെ ഏതാ ഓക്കെ ഓക്കെ. മീൻ സ്ക്വയർ എന്ന് വെച്ചാൽ മറ്റേതല്ലേ ഇതൊട്ടാണ് വലുതാക്കി കൊടുത്തിട്ട് പെട്ടെന്ന് സ്ക്വയറൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി. കൊടുക്കണം. സിഗ്മ ഐ വേരിങ് ഫ്രോം 1 to n y മൈനസ് y ക്യാപ്പ് ഹോൾ സ്ക്വയർ. അതിൻ്റെ ആ ഒരു ടൈപ്സ് മീൻ സ്ക്വയർഡ് എററും R2 സ്കോറും ഒക്കെയാണ് മെയിനായിട്ട് യൂസ് ചെയ്യുക. ഇതിൽ വരുമ്പോൾ മീൻ സ്ക്വയർഡ് എററൊക്കെയാണ് യൂസ് ചെയ്യുക. ക്ലാസിഫിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ ലോഗ് ലോസ് എന്നുള്ള മെഷർമെൻ്റാണ് യൂസ് ചെയ്യുക. ഇവാലുവേഷൻ മെട്രിക്സ് ഇപ്പോൾ നമ്മൾ ഇവാലുവേഷൻ മെട്രിക്സ് നേരത്തെ കൊടുത്ത് ചെക്ക് ചെയ്താൽ എന്തൊക്കെയാണ്? റാൻഡം ഫോറസ്റ്റിലൊക്കെ ചെക്ക് ചെയ്തായിരുന്നു. ഇംബാലൻസ്ഡ് ഒക്കെ വരുമ്പോൾ നമ്മൾ ഏത് സ്കോർ കൊടുത്തായിരുന്നേ? ക്ലാസിഫിക്കേഷൻ ടൈപ്പിൽ ഇംബാലൻസ് ഒക്കെ വരുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെട്രിക്സ് ഏതാ? ഇവാലുവേഷൻ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിസിഷൻ ട്രീയിലൊക്കെ കൊടുത്തിട്ടുണ്ടായി, റാൻഡം ഫോറസ്റ്റിലും കൊടുത്തിട്ടുണ്ടായി. അത് ഇംബാലൻസ് ഡാറ്റ അല്ലായിരുന്നോ? ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എവിടെ യൂസ് ചെയ്യണത്? ഏത് സ്റ്റെപ്പ് കഴിഞ്ഞിട്ടാണ്? ഇവാലുവേഷൻ മറ്റേ ഇതില് ഫിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് പ്രഡിക്ഷൻ കഴിഞ്ഞിട്ടാണ് ഇവാലുവേഷൻ യൂസ് ചെയ്യുന്നത്. കാരണം എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ആ ഒരു മോഡല് പെർഫോം ചെയ്യുന്നതെന്നുള്ളത്. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ ആക്യുറസി എപ്പോഴാണ് കൊടുക്കണേ? ആക്യുറസി ടെസ്റ്റ് ട്രെയിൻ സ്പ്ലിറ്റ് കഴിഞ്ഞിട്ട് ഉടനെ കൊടുക്കുകയാണ് അതോ മോഡൽ ക്രിയേറ്റ് ചെയ്തിട്ട് പ്രൊഡിക്റ്റ് ചെയ്തിട്ട്? മോഡൽ ക്രിയേറ്റ് ചെയ്ത് പ്രൊഡിക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് മറ്റേ ക്ലാസിഫിക്കേഷൻ റിപ്പോർട്ട്, ആക്യുറസി, കൺഫ്യൂഷൻ മെട്രിക്സ് ഇതെല്ലാം വെച്ച് ചെക്ക് ചെയ്യാണ് ചെയ്യാൻ എങ്ങനെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ. അപ്പോൾ ഇവാലുവേഷൻ മെട്രിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ sklearn.metrics എന്നാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവാലുവേഷൻ മെട്രിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ അങ്ങനെ പെർഫെക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള മെട്രിക്സ് ഏതാണ് യൂസ് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. സോ ഇതൊരു ക്ലാസിഫിക്കേഷൻ ടൈപ്പ് ആയതുകൊണ്ട് ലോഗ് ലോസ് എന്നുള്ള ടൈപ്പാണ്. ഓക്കെ. ലോഗ് നമ്മുടെ ലോഗ് വാല്യൂസ് ഒക്കെ എടുത്തിട്ട് അതിൻ്റെ ലോസ് ഫംഗ്ഷൻ എത്ര ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്ന ഒരു ടൈപ്പാണത്. ആൻഡ് റിഗ്രഷനിലാണെന്നുണ്ടെങ്കിൽ മീൻ സ്ക്വയർഡ് എറർ എന്നുള്ളൊക്കെ ടൈപ്പാണ് യൂസ് ചെയ്യുന്നത്. അതാണ് ഇവാലുവേഷൻ മെട്രിക്സ് കേട്ടോ. ഇവാലുവേഷൻ മെട്രിക്സ് യൂസ്ഡ് ഡ്യൂറിങ് ട്രെയിനിങ്. അപ്പോൾ ഈ ഞാൻ ചെയ്ത എസ്റ്റിമേറ്റർ, മാക്സ് ഡെപ്ത്, മിൻ മാക്സ് സാമ്പിൾ സ്പ്ലിറ്റ്സ്, പിന്നെ ക്ലാസ് വെയിറ്റ്, അതൊക്കെ ഇതിൽ കുറേ പാരാമീറ്റേഴ്സ് അങ്ങനെ വരുന്നുണ്ട്. സെയിം തന്നെ ഇവാലുവേഷൻ മെട്രിക്സ് ഡിസിഷൻ ട്രീയിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം അവിടെ ഇംബാലൻസ് ഡാറ്റ അല്ലായിരുന്നു. ആ ഒരു ഹോട്ടലിന് വന്നാലും പിന്നെ ഈ ഒരു പർച്ചേസിൻ്റെ ഒക്കെ ഇംബാലൻസ്ഡ് ആയിരുന്നു. അപ്പം യൂസ് ചെയ്തായിരുന്നു F1 സ്കോർ അറിയില്ലേ? അതായിരുന്നു ഇവാലുവേഷൻ മെട്രിക്സ് ആയിട്ട് യൂസ് ചെയ്തായിരുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇംബാലൻസ്ഡ് ആയതുകൊണ്ട് അക്യുറസി മാത്രം എടുത്താൽ പറ്റില്ലായിരുന്നു. അപ്പോൾ F1 സ്കോർ എന്ന് പറഞ്ഞാൽ പ്രിസിഷനും റീകോളും കൂടി വരുന്നതാണ്. ആ ഒരു കറക്റ്റ് പ്രൊഡിക്ഷൻസ് കറക്റ്റായിട്ട് നടക്കുന്നുണ്ടോ ഇല്ലയെന്ന് അറിയാൻ കൗണ്ട് വേണമായിരുന്നു. അതുകൊണ്ടാണ് അതിൻ്റെ ഹാർമോണിക് മീൻ ആയിട്ടുള്ള F1 സ്കോർ അവിടെ എടുത്തായിരുന്നത്. ഓക്കെ. ഞാൻ പ്രാക്ടീസ് ചെയ്തപ്പോൾ ഇവാലുവേഷൻ മെട്രിക്സ് യൂസ് ചെയ്തിട്ടില്ലെന്നാണ്, അതാണ് എനിക്ക് ഓർമ്മയില്ലാത്തത്. അത് ജസ്റ്റ് നോക്കി. ഇനിയിപ്പോൾ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇംഗ്ലീഷ് വേർഡ്സ് ഇല്ലേ, അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഒന്ന് നോക്കുക. ഇപ്പോൾ ഇവാൽ മെട്രിക്സ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു വേർഡ് കാണുമ്പോൾ അത് അറിയില്ല എന്നുണ്ടെങ്കിൽ മെട്രിക് എവിടെയാണ് യൂസ് ചെയ്യണമെന്ന് നോക്കുക. മെട്രിക്സ് എവിടെ യൂസ് ചെയ്യുന്നത്? sklearn.metrics എന്നുള്ളതിലാണ്. ഓക്കെ. ആ മെട്രിക്സ് വരുന്നത് ആ ഒരു പ്രഡിക്ഷൻ കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പിലാണ് മെട്രിക്സ് വരുന്നത്. ദെൻ ഇവാലുവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ ഒരു മോഡൽ എന്തോരം നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇല്ല എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്
ഇവാലുവേഷൻ എന്നുള്ളത് യൂസ് ചെയ്യുന്നത്. സോ അങ്ങനെ കണക്ട് ചെയ്തിട്ട് നോക്കുക അറിയില്ല എന്നുണ്ടെങ്കിൽ. പിന്നെ ഇവിടെ ഫിറ്റ് ചെയ്ത് അടുത്തതെന്ന് പറയുമ്പോൾ ഇത് ഫിറ്റ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ എക്സ്ട്രെയിനും വൈട്രെയിനും കൊടുത്തിട്ട് അതിനെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൊടുത്ത റേറ്റ്സ് അതേപോലെ വരും. ബാക്കി കുറേ പാരാമീറ്റേഴ്സ് ഉണ്ടായിരുന്നില്ലേ, അതൊക്കെ നണ്ണ് എന്നൊക്കെയാണ് പാസ് ചെയ്യുന്നത്. കാരണം നമ്മൾ സ്പെസിഫിക് ആയിട്ട് അങ്ങനെ കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഗാമ നണ്ണ്, ഗ്രോ പോളിസി നണ്ണ്, ഇവാലുവേഷൻ മെട്രിക്സ് കൊടുത്തിട്ടുണ്ട്, ഏർലി സ്റ്റോപ്പിംഗ് റൗണ്ട്സ് നണ്ണാണ് കൊടുത്തേക്കണത്. അപ്പോൾ ആ ഒരു ഫീച്ചേഴ്സൊക്കെ നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നണ്ണെന്നാണ് വരിക ഡീഫോൾട്ടായിട്ട്. ഓക്കെ, ഇല്ല, നമ്മൾ ഇത് ട്യൂൺ ചെയ്യാൻ കൊടുക്കുന്നു, അത് കറക്റ്റ് ചെയ്തിട്ട് തരികയാണ്. ആ റേഞ്ച് കൊടുക്കണം എന്ന് നിർബന്ധമുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ അത് റാൻഡംലി ഇങ്ങനെ ചെക്ക് ചെയ്യുന്നല്ലേ ഉള്ളൂ. അപ്പോൾ കൂടുതൽ കമ്പ്യൂട്ടേഷൻ വേണ്ടി വരും. ഒന്നാമത് ഇതിന് കമ്പ്യൂട്ടേഷൻ കൂടുതലാണ്. അപ്പം അങ്ങനെ ചെക്ക് ചെയ്യാൻ കൊടുക്കുക എന്നുണ്ടെങ്കിൽ ആ ഒരു കറക്റ്റ് റേഞ്ച് തന്നെ കൊടുക്കണം നോക്കിയിട്ട്. നൺ ടു 100 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ വരുന്ന വാല്യൂസ് തന്നെ കൊടുക്കണം. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ, അതിൽ വൈപ്രെഡ് എന്ന് കൊടുത്തിട്ട് ഈ ഒരു ക്രിയേറ്റ് ചെയ്ത മോഡൽ വെച്ചിട്ട് പ്രഡിക്റ്റ് ചെയ്യണം. പ്രഡിക്റ്റ് എക്സ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്ന പോലെ കൊടുത്തു. എക്സ് ടെസ്റ്റിൽ എന്താ ഉണ്ടാവുക, ഒരു 20% മറ്റേ ടെസ്റ്റിംഗ് ഫീച്ചേഴ്സ്. ഇതിനെ കാണിക്കാത്ത ആ ഒരു 20% ഇല്ലേ, അതാണ് എക്സ് ടെസ്റ്റിൽ ഉണ്ടാവുക. അതാണ് പാസ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് അത് വെച്ചിട്ട് വേണം പ്രഡിക്റ്റ് ചെയ്യാൻ. പ്രോബബിലിറ്റി ഒരു കോളായിട്ട് എടുക്കുന്നത്. നമ്മൾ റോയും കോളായിട്ട് എടുക്കില്ലേ, ടോട്ടൽ റോസ് ഒരു കോളായിട്ട് കളക്ട് ചെയ്യാൻ പ്രോബബിലിറ്റീസ്. ഇത് അതിൻ്റെ പ്രോബബിലിറ്റീസ് കളക്ട് ചെയ്യുന്നത്. 0 വരെ എത്ര പ്രോബബിലിറ്റി ഉണ്ട്, 1 വരെ എത്ര പ്രോബബിലിറ്റി ഉണ്ട്, അങ്ങനെ ചെക്ക് ചെയ്യില്ലേ ROC കർവിനൊക്കെ, അത്. Then predict gives the final class 0 or 1 and proba gives the probability of belonging to each class. റിസൾട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഡാറ്റ ഫ്രെയിമായിട്ട് ക്രിയേറ്റ് ചെയ്യാണ്. ഡിക്ഷണറി പോലെ കീസും വാല്യൂസും ആയിട്ട് പാസ് ചെയ്തു. ആക്ച്വൽ വൈ ടെസ്റ്റിലും ഉണ്ടാവും, പ്രഡിക്റ്റഡ് വൈപ്രെഡിലും ഉണ്ടാവും. നമ്മൾ അക്യുറസിക്കൊക്കെ യൂസ് ചെയ്യില്ലേ വൈ ടെസ്റ്റ് വൈപ്രെഡ് എന്ന് പറഞ്ഞിട്ട്, അതേപോലെ വൈ ടെസ്റ്റും വൈപ്രെഡും ഇവിടെ കൊടുത്തിട്ട് ആക്ച്വൽ വാല്യൂസ് വൈ ടെസ്റ്റിലുണ്ടാവും, പ്രഡിക്റ്റഡ് വാല്യൂസ് വൈപ്രെഡിലുണ്ടാവും. എന്നിട്ട് അതിൻ്റെ ഒരു ഹെഡ് ഓഫ് 20 പ്രിൻറ്റ് ചെയ്യിക്കുകയാണ്. ആക്ച്വൽ എത്ര എണ്ണം കറക്റ്റായിട്ട് വരുന്നുണ്ട്. സോ ഇവിടെ ഈ ഒരു ഇതിൽ 0 വരേണ്ടടുത്ത് പ്രഡിക്റ്റഡ് 1 വന്നിട്ടുണ്ട്, ഇവിടെയും വന്നിട്ടുണ്ട്. ഓക്കെ, മിസ് ക്ലാസിഫിക്കേഷൻ ഇൻഡെക്സ്. നമ്മൾ റാൻഡം ആയിട്ടാണല്ലോ എടുത്തേക്കണേ, സ്പ്ലിറ്റിങ് റാൻഡം ആയിട്ടാണ് എടുത്തേക്കണേ 80-20. അപ്പോൾ അതിൽ ആ ഒരു ഫസ്റ്റ് ഹെഡ് ഓഫ് 20 എന്ന് പറയുമ്പോൾ അതിലത്തെ ആദ്യത്തെ കുറച്ച് വാല്യൂസാണ് വരുന്നത്, 20 വാല്യൂസ്. അപ്പോൾ അതിൽ എത്ര എണ്ണം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്, എത്ര എണ്ണം റോങ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലിപ്പോൾ 2 എണ്ണം റോങ് അല്ലേ. 0 പ്രഡിക്റ്റ് ചെയ്യണമായിരുന്നു, പക്ഷെ പ്രഡിക്റ്റ് ചെയ്തത് 1 ആയിട്ട് വന്നു. ഇനി നമ്മൾ അടുത്ത പോകുന്നത് ആ ഒരു അക്യുറസി സ്കോറൊക്കെ ചെക്ക് ചെയ്യുന്നത്. ഇത് അറിയില്ലേ, വൈ ടെസ്റ്റ് വൈപ്രെഡ് അക്യുറസി 4 ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ വരെ പ്രിന്റ് ചെയ്യിക്കുന്നു. 0.90 ഉണ്ട് അതിൻ്റെ ഒരു അക്യുറസി എന്ന് പറയുന്നത്. മോഡൽ കറക്റ്റ്ലി പ്രഡിക്റ്റഡ് അപ്രോക്സിമേറ്റ്ലി 90% ഓഫ് കസ്റ്റമർ സെഷൻസ്. ദെൻ ക്ലാസിഫിക്കേഷൻ റിപ്പോർട്ട് നോക്കുകയാണ്. 0 ആയിട്ട് 93% പ്രിസിഷൻ ഉണ്ട്, കറക്റ്റ് പോസിറ്റീവ് പ്രൊഡിക്ഷൻസ്. ദെൻ 1 എന്ന് പറയുന്നത് 72% കറക്റ്റായിട്ട് പ്രൊഡിക്റ്റ് ചെയ്യുന്നുണ്ട്. റീകോൾ എന്ന് പറയുമ്പോൾ 96ഉം ഇവിടെ ഒരു 61% ഉണ്ട്. F1 സ്കോർ എന്ന് പറയുമ്പോൾ 94ഉം 66ഉം. സപ്പോർട്ട് ഡിഫറെൻ്റ് ആണ്, ഇംബാലൻസ്ഡ് ആണ്, അത് കറക്റ്റ് ചെയ്യണം. ദെൻ 82 and 90 മാക്രോ ആവറേജും വെയ്റ്റഡ് ആവറേജ്, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻസ് ഇതേപോലെ ചെക്ക് ചെയ്യുന്ന മെട്രിക്സുകളാണ് മാക്രോ ആവറേജും വെയ്റ്റഡ് ആവറേജും എന്ന് പറയുന്നത്. ആൻഡ് precision among predicted purchases, how many were actually purchases.
ഇതാണ് അതിൻ്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത്. ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ട് നോക്കുമ്പോൾ പ്രഡിക്റ്റ് ചെയ്ത പർച്ചേസസിൽ എത്ര എണ്ണം കറക്റ്റ് പർച്ചേസസ് ഹാപ്പൻ ആയിട്ടുള്ള സംഭവങ്ങളുണ്ട് എന്നുള്ളത്. അതായത് ഇപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്തു എന്ന് പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ എത്ര എണ്ണം കറക്റ്റായിട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. പ്രഡിക്ഷൻ ചേഞ്ച് ചെയ്യാമല്ലോ. ഇപ്പോൾ നമ്മൾ ഹോട്ടലിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ അവർ ക്യാൻസൽ ചെയ്ത് പോവില്ല എന്ന് പറഞ്ഞിട്ട് ക്യാൻസൽ ചെയ്യാണ്ട് പോവാത്ത ആ ഒരു ടൈപ്പ് അങ്ങനെ. ആൻഡ് റീകോൾ എന്ന് പറയുന്നത് എമോങ് ആക്ച്വൽ പർച്ചേസസ് ഹൗ മെനി വർ ഡിറ്റക്റ്റഡ്. കറക്റ്റ് റവന്യൂ ജനറേഷനിൽ എത്ര എണ്ണം കറക്റ്റായിട്ട് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ആൻഡ് F1 സ്കോർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു ഹാർമോണിക് മീൻ ആണ്, ബാലൻസ് ബിറ്റ്വീൻ പ്രിസിഷൻ ആൻഡ് റീകോൾ. ആൻഡ് സപ്പോർട്ട് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ഇൻ ഈച്ച് ക്ലാസ്. ഇത് രണ്ടും രണ്ട് റേഞ്ചിലാണെന്നുണ്ടെങ്കിൽ ഇംബാലൻസ്ഡ് ആണെന്നാണ് മീനിങ്. ദെൻ കൺഫ്യൂഷൻ മെട്രിക്സ് CM എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാണ്. കൺഫ്യൂഷൻ മെട്രിക്സ് വൈ ടെസ്റ്റും വൈ പ്രെഡും. ഓക്കെ. കൺഫ്യൂഷൻ മെട്രിക്സ് ഇംബാലൻസ്ഡ് അല്ലേ? അതെ, ഇതിൽ ഇംബാലൻസ് അല്ല ചോദിക്കുക. കറക്റ്റ് പ്രഡിക്ഷൻ ട്രൂ പോസിറ്റീവ് ട്രൂ നെഗറ്റീവ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളല്ലേ. അപ്പോൾ ഇതിൽ 148 മിസ് ക്ലാസിഫിക്കേഷൻസ് ഇവിടെ വരുന്നുണ്ട്, 92 ഇവിടെയും വരുന്നുണ്ട്. അത് ഇത് 0 ആയിരിക്കും കറക്റ്റ് പ്രൊഡിക്ഷൻസ് ആണെന്നുണ്ടെങ്കിൽ. കാരണം ഇതിപ്പോൾ ട്രൂ വരുന്നത് ഫാൾസ് ആയിട്ടൊക്കെ പ്രഡിക്റ്റ് ചെയ്യുന്ന സംഭവങ്ങളാണ് 148 ഒക്കെ ആയിട്ട് വരുന്നത്. നോക്കിയാൽ മതി. കോഡൊന്ന് പറഞ്ഞുതരാം, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. അതിൽ ഹീറ്റ് മാപ്പ് ആയിട്ട് പ്ലോട്ട് ചെയ്യുന്നു. കൺഫ്യൂഷൻ മെട്രിക്സിൻ്റെ ആ വാല്യൂസ് ഇങ്ങോട്ട് കണക്ട് ചെയ്യുന്നു. അനോട്ടേഷൻ ട്രൂ, നമ്പേഴ്സ് വരാൻ വേണ്ടിയിട്ട് ഫോർമാറ്റ് ഇൻറ്റീജർ, കളർ മാപ്പ് ബ്ലൂസ്, എക്സ്ട്രിക്റ്റ് ലേബിൾസ് ഈ വരുന്ന നോ പർച്ചേസും പർച്ചേസും ഇല്ലേ ഇവിടത്തേക്ക്, അതും വൈറ്റിക് ലേബിൾസും ആണത്. പിന്നെ എക്സ് ലേബൽ എന്ന് പറഞ്ഞിട്ട് പ്രൊഡിക്റ്റർ എന്ന് പറഞ്ഞിട്ട് പ്ലോട്ട് ചെയ്യുന്നു. വൈ ലേബൽ ആക്ച്വലി ടൈറ്റിൽ കൺഫ്യൂഷൻ മെട്രിക്സ് അറിയാമല്ലോ ഇത്രയും. സോ അതിൽ നോ പർച്ചേസ് ആയിട്ട് 1967 വരുന്നുണ്ട്. പർച്ചേസ് നോ പർച്ചേസ് ആയിട്ട് പ്രൊഡിക്റ്റ് ചെയ്തത് ഇത് ആക്ച്വൽ വാല്യൂസ് ആണ്. അപ്പോൾ പർച്ചേസ് കറക്റ്റായിട്ട് ആക്ച്വൽ വാല്യൂസ് വരേണ്ടത് ഇതാണ്, പക്ഷെ നോ പർച്ചേസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതാണ് 148 എണ്ണം. തെറ്റല്ലേ അത്? മിസ് ക്ലാസിഫിക്കേഷൻ അല്ലേ? പിന്നെ നോ പർച്ചേസ് എന്നുള്ളത് പർച്ചേസ് ആയിട്ട് പ്രൊഡിക്റ്റ് ചെയ്യുന്നത് 92 എണ്ണം ഉണ്ട്. ഓക്കെ. ദെൻ ട്രൂ പോസിറ്റീവ്, ട്രൂ നെഗറ്റീവ്, ഫാൾസ് പോസിറ്റീവ് ആൻഡ് ഫാൾസ് നെഗറ്റീവ്. പിന്നെ ROC കർവ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫാൾസ് പോസിറ്റീവ് റേറ്റ്, ട്രൂ പോസിറ്റീവ് റേറ്റ് ഒരു ത്രഷോൾഡ് സെറ്റ് ചെയ്യുന്നുണ്ട്. ROC കർവ് വൈ ടെസ്റ്റ് വൈ പ്രോബ്. വൈ പ്രെഡ് ആയിരുന്നു നമ്മൾ ചെക്ക് ചെയ്തായിരുന്നു നേരത്തെ. ഇവിടെ പ്രോബിലിറ്റി ആയതുകൊണ്ട് വൈ പ്രോബ് എന്നുള്ള യൂസ് ചെയ്യുന്നു. പിന്നെ AUC സ്കോർ എന്ന് പറഞ്ഞിട്ട് ROC AUC സ്കോർ വൈ ടെസ്റ്റും വൈ പ്രോബും തമ്മിൽ ജസ്റ്റ് ഈ ഒരു വൈ പ്രോബ് എന്നുള്ളത് മാത്രമേ എല്ലാത്തിനും ഡിഫറൻസ് വരുള്ളൂ. ഓക്കെ. ഇവിടെ AUC സ്കോർ എന്ന് പറഞ്ഞിട്ട് പ്രിൻറ്റ് AUC സ്കോർ. ഉണ്ട്, കുഴപ്പമില്ലാത്ത സ്കോറാണ്. ദെൻ അത് പ്ലോട്ട് ചെയ്യാണ് AUC സ്കോർ. ഇത് പ്ലോട്ട് ചെയ്യണ അറിയില്ലേ? ആ ഒരു ലെഫ്റ്റ് സൈഡിലോട്ട് ഇങ്ങനെ വരുമ്പോൾ അത് മാക്സിമം ട്രൂ പോസിറ്റീവ് റേറ്റ് വരുന്നതുകൊണ്ട് ഹയർ AUC ആയിരിക്കും വരുന്നത്. ഇത് അറിയില്ലേ? ഈ 01 ഒക്കെ ലൈൻ സ്റ്റൈൽ ഡോട്ടഡ് ഈ റേഞ്ചിനെയാണ് 01 എന്ന് പറയുന്നത്. ഇങ്ങോട്ടുള്ളതും അതിൻ്റെ എക്സ് വൈ ഇൻ്റർസെപ്റ്റും ഈ സൈഡിലോട്ട് വരുന്തോറും അതിൻ്റെ AUC സ്കോർ കൂടി വരും. ദെൻ കർവ് ക്ലോസർ ടു ദ അപ്പർ ലെഫ്റ്റ് കോർണർ ഇൻഡിക്കേറ്റ്സ് ബെറ്റർ പെർഫോമൻസ്. AUC ക്ലോസ് ടു 1.0 ഇൻഡിക്കേറ്റ്സ് എക്സലൻറ്റ് ഡിസ്ക്രിമിനേഷൻ. പ്രോപ്പർ പ്രോബിലിറ്റീസ് അവിടെ ഫൈൻഡ് ചെയ്യുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. ദെൻ പ്രിസിഷൻ റീകോൾ കർവ് അവിടെ ഇതേപോലെ സെറ്റ് ചെയ്തിട്ട് പ്രിസിഷന് റീകോളും തമ്മിൽ എത്ര കണക്ഷൻ ഉണ്ടെന്ന് ചെക്ക് ചെയ്യണം. Then the curve is particularly useful for imbalanced data set. നമ്മളെപ്പോഴാണ് പ്രിസിഷൻ റീകോൾ ഇമ്പോർട്ടൻ്റ് ആവുന്നത്? ഇംബാലൻസ് വരുമ്പോഴാണ് F1 സ്കോറൊക്കെ എടുക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈമിലാണ് ഇതൊക്കെ പ്ലോട്ട് ചെയ്ത് നോക്കുക.
ഇംബാലൻസ് ഡാറ്റ സെറ്റ് ബിക്കോസ് ഇറ്റ്സ് ഫോക്കസസ് ഓൺ ദി മോഡൽസ് എബിലിറ്റി ടു ഐഡൻറ്റിഫൈ ദ പോസിറ്റീവ് ക്ലാസ്. കറക്റ്റ് പ്രഡിക്ഷൻസ് ഫൈൻഡ് ചെയ്യാനാണ് അവിടെ എടുക്കുന്നത്. ദെൻ ഫീച്ചർ ഇമ്പോർട്ടൻസ് അറിയില്ലേ? ഏതാണ് പ്രഡിക്ഷൻ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആ ഒരു ടൈപ്പ് പ്ലോട്ട് ഇമ്പോർട്ടൻസ് ഏതെന്നാണ് എടുക്കേണ്ടത്? XGB മോഡലിന്. XGB മോഡൽ എന്ന് പറഞ്ഞിട്ടാണല്ലോ നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ പൈപ്പ് ലൈൻസ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ആ ഒരു പൈപ്പ് ലൈനിൽ ന്യൂമറിക്കൽ കാറ്റഗറിക്കൽ എന്ന് പറഞ്ഞു കൊടുത്തായിരുന്നില്ലേ? ഇപ്പോൾ ന്യൂമറിക്കൽ ആണെന്നുണ്ടെങ്കിൽ ന്യൂമറിക്കൽ _exit_rates എന്ന് വരിക. കാറ്റഗറിക്കൽ ആണെന്നുണ്ടെങ്കിൽ പൈപ്പ് ലൈനിലാണെന്നുണ്ടെങ്കിൽ കാറ്റഗറിക്കൽ _exit_rates എന്ന് വരിക. ഓക്കെ, ഇതിലിപ്പോൾ പൈപ്പ് ലൈൻ യൂസ് ചെയ്തതുകൊണ്ട് exit_rates എന്ന് മാത്രമാണുള്ളത്. ദെൻ മാക്സിമം നമ്പർ ഓഫ് ഫീച്ചേഴ്സ് 10 എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. 10 ഫീച്ചറെ നമ്മൾ എടുത്ത് നോക്കുന്നുള്ളൂ. ദെൻ അതിൻ്റെ ടൈറ്റിൽ ടോപ്പ് 10 ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് PLT ഡോട്ട് ഷോ. ഓക്കെ, അതിൻ്റെ സ്ട്രെങ്ത്തും കൂടി കാണിച്ചിട്ടുണ്ട്. F1 സ്കോർ, സോറി F1 സ്കോർ അല്ല, F സ്കോർ ഫീച്ചർ സ്കോറാണ് കേട്ടോ അത്. ദെൻ ഫീച്ചർ എക്സ് ഡോട്ട് കോളംസ് ഇമ്പോർട്ടൻസ് XGB മോഡൽ ഫീച്ചർ ഇമ്പോർട്ടൻസസ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ഇൻബിൽറ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് കോൾ ചെയ്യുന്നത്. ഇമ്പോർട്ടൻസ് ഡോട്ട് സോർട്ട് വാല്യൂസ്. ഈ ഫീച്ചർ ഇമ്പോർട്ടൻസിൽ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കോൾ ചെയ്തിട്ടുണ്ടല്ലോ, അതിൻ്റെ മെത്തേഡ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലെ വാല്യൂസ് എടുത്തിട്ട് അതിനെ സോർട്ട് ചെയ്യുക എന്നാണ്. എന്ത് വെച്ചിട്ട്? ഇമ്പോർട്ടൻസ് വെച്ചിട്ട്. ദെൻ അസെൻഡിങ് ഈക്വൽ ടു ഫാൾസ് എന്ന് പറഞ്ഞിട്ട് സെറ്റ് ചെയ്യുകയാണ്. സോ ഇത് ഇൻബിൽറ്റ് മെത്തേഡാണ് കേട്ടോ ഇതിൻ്റെ. XGB മോഡൽ ഡോട്ട് ഫീച്ചർ ഇമ്പോർട്ടൻസ് എന്നുള്ളതില്ലേ, അത് ഇൻബിൽറ്റ് ആയിട്ട് വരുന്ന ഒരു മെത്തേഡാണ്. കുറേ അതിൻ്റെ ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഔട്ട് ഓഫ് ദി കോർ ട്യൂണിങ്, ഇൻബിൽറ്റ് റെഗുലറൈസേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്, അതേപോലെ ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഫീച്ചർ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഇത്. സോ അത് കളക്ട് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂസ് ഇമ്പോർട്ടൻസ് വെച്ചിട്ട് സോർട്ട് ചെയ്തിട്ട് അത് അസെൻഡിങ് ഈക്വൽ ടു ഫാൾസ് എന്നുള്ള ഓർഡറിൽ സോർട്ട് ചെയ്തിട്ട് വയ്ക്കുക. അതിൽ പേജ് വാല്യൂസ് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. 0.53% എന്നുള്ള രീതിയിലൊക്കെ വരാം. ദെൻ മന്ത്, ദെൻ ബൗൺസ് റേറ്റ്സ് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സംഭവങ്ങളാണ് ഇങ്ങനെ ഫീച്ചർ ചെയ്തേക്കണേ. പിന്നെ അത് തന്നെ പ്ലോട്ടും ചെയ്തേക്കണം. ഡാറ്റ ഇമ്പോർട്ടൻസിൻ്റെ ഹെഡ് 10 പ്രിൻ്റ് ചെയ്യിക്കുക. ഇമ്പോർട്ടൻസിൽ ഈ സോർട്ട് ചെയ്ത വാല്യൂസൊക്കെ ഇല്ലേ, അത് പ്രിൻ്റ് ചെയ്യിപ്പിക്കുക. എക്സ് ഇമ്പോർട്ടൻസ്, വൈ ഫീച്ചർ, പാലറ്റ്, വിറിഡിസ്, തീം സെറ്റ് ചെയ്യുന്നത്. പിന്നെ ടൈറ്റിലും എക്സ് ലേബലും ഷോ, അത് മാത്രമാണ് കാണിച്ചേക്കുന്നത്. ഓക്കെ, പിന്നെ ചെക്ക് ചെയ്യുന്നത് ഇനി അടുത്തത് ഒരു ഡാറ്റ വെച്ചിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ നോക്കുകയാണ്. അപ്പോൾ എക്സ് ഡോട്ട് കോളംസ് ടു ലിസ്റ്റ്. എക്സിൽ എന്താ ഉള്ളത്? ആ ഒരു സ്പ്ലിറ്റ് ചെയ്ത ഇൻപുട്സ് ഇല്ലേ, അതിലെ കോളംസ്, ഔട്ട്പുട്ട് ഒഴികെയുള്ള എല്ലാ കോളംസും എക്സിലുണ്ടാവും. അതൊരു ലിസ്റ്റ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, ദെൻ ന്യൂ കസ്റ്റമർ എന്ന് പറഞ്ഞിട്ട് ഒരു ഡാറ്റ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യാണ്. അതിൽ ഓരോന്നിനും കീ വാല്യൂ അസൈൻ ചെയ്ത് കൊടുത്തു. ആൻഡ് ഇവിടെ എൻകോഡർ ടൈപ്സും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. നമ്മൾ എൻകോഡ് ചെയ്ത ടൈപ്പ് ഉണ്ടാവുമല്ലോ, അതും കൊടുത്തു. പിന്നെ ഇത് ഓൾറെഡി കൺവേർട്ട് ചെയ്തിട്ടുണ്ട്, വീക്കെൻഡ്, 0 അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഡാറ്റ ഫ്രെയിമിൽ. അപ്പോൾ അതിൻ്റെ വാല്യൂസ് എല്ലാം കൂടിയും പാസ് ചെയ്തിട്ട് ന്യൂ കസ്റ്റമർ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഡാറ്റ ഫ്രെയിം അവിടെ ക്രിയേറ്റ് ചെയ്തു. ഇത്രയും വാല്യൂസ് വെച്ചിട്ട് ഇതേ വാല്യൂസ് തന്നെ ഒരു ഡാറ്റ ഫ്രെയിമായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ടല്ലോ. PD ഡോട്ട് ഡാറ്റ ഫ്രെയിം എന്ന് പറഞ്ഞിട്ട് കീ വാല്യൂ ആയിട്ട് പാസ് ചെയ്യാണ്. ഓക്കെ, ദെൻ പ്രഡിക്ഷൻ XGB മോഡൽ ഡോട്ട് പ്രഡിക്റ്റ് എന്ത് വെച്ചിട്ട് പ്രഡിക്റ്റ് ചെയ്യുന്നത്? എക്സ് ടെസ്റ്റ് വെച്ചിട്ടാണ് പ്രഡിക്റ്റ് ചെയ്യുക. ആ എക്സ് ടെസ്റ്റിന് പകരം നമ്മൾ ഈ ന്യൂ കസ്റ്റമർ എന്നുള്ള ഡാറ്റ ഫ്രെയിം പാസ് ചെയ്യണമെന്നുണ്ട്. എക്സ് ടെസ്റ്റിലും തന്നെ ആയിരിക്കുമല്ലോ ഉണ്ടാവുക. 20% അൺസീൻ ഡാറ്റ ഉണ്ടാവില്ലേ, ആ അൺസീൻ ഡാറ്റ ഇതായിട്ട് കൊടുക്കുകയാണ്. ദെൻ പ്രിൻ്റ് പ്രഡിക്ഷൻ എന്ന് കൊടുക്കുമ്പോൾ പുതിയ ഡാറ്റ കൊടുക്കുകയാണ് അൺസീൻ ഡാറ്റ ആയിട്ട്. ഈ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു ഡാറ്റ ഫ്രെയിം അവിടേക്ക് കൊടുക്കുകയാണ്. എക്സ് ടെസ്റ്റിലായാലും ഇതേപോലെ ഡാറ്റ ഫ്രെയിമിൻ്റെ കുറച്ച് വാല്യൂസ് എല്ലാം ഉണ്ടാവുക 20%. അപ്പോൾ ഡിഫറെൻറ്റ് പ്രഡിക്ഷൻസ് അവിടെ വരുന്നുണ്ടാവുന്ന മീനിങ് ഉള്ളൂ. സോ അതിൻ്റെ പ്രഡിക്ഷൻ പ്രിൻ്റ് ചെയ്യിക്കുമ്പോൾ 1 ആണ് വന്നത്. 1 എന്ന് പറഞ്ഞാൽ എന്താണ്? റവന്യൂവിൻ്റെ ടൈപ്പിൽ ട്രൂ ആണോ ഫാൾസ് ആണോ?
വൺ എന്ന് പറഞ്ഞാല് ട്രൂ അല്ലേ? ആ പർച്ചേസ് നടന്നിട്ടുണ്ട്, റവന്യൂ ജനറേറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് മീനിങ്. ഓക്കെ, പിന്നെ അതിൻ്റെ പ്രോബബിലിറ്റിയും കൂടി പ്രൊഡിക്റ്റ് ചെയ്യാണ്. ആദ്യത്തെ 0 ആയിരിക്കും എന്ന് പറഞ്ഞു. പ്രൊഡിക്ഷൻ ഈക്വൽ ടു 1, കസ്റ്റമർ ഈസ് ലൈക്ലി മേക്ക് എ പർച്ചേസ് ആൻഡ് കസ്റ്റമർ ഈസ് അൺലൈക്ലി ടു മേക്ക് എ പർച്ചേസ്. പ്രൊഡിക്ഷൻ ഓഫ് 0 ഈക്വൽ ടു 1. ആദ്യത്തെ പ്രൊഡിക്ഷൻ എന്ന് പറയുന്നത് 1 ആണെന്നുണ്ടെങ്കിൽ അവർ പർച്ചേസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അത് കറക്റ്റാണ്. ഓക്കെ, അപ്പോൾ 0ൻ്റെ വരാനുള്ള പ്രോബബിലിറ്റിയും 1ൻ്റെ വരാനുള്ള പ്രോബബിലിറ്റിയാണത്. ആൻഡ് ഇമ്പോർട്ട് ജോബ് ലീപ്പ് നമ്മൾ മോഡൽ സേവ് ചെയ്യില്ലേ, അത് പിക്കിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നതാണ്. കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. പിന്നെ അതിൻ്റെ ഫൈൻഡിങ്സ് മാത്രം ജസ്റ്റ് പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൂ. ട്യൂൺ ചെയ്തിട്ടില്ല. 93 ഒക്കെ വരുന്നുണ്ടല്ലോ. പിന്നെ കുഴപ്പമില്ലാത്ത സ്കോറും വരുന്നുണ്ട്, ഇംബാലൻസ്ഡ് വരുന്നുണ്ട്, ട്യൂൺ ചെയ്തിട്ടില്ല. അത് ഇംബാലൻസ്ഡ് വന്നുകൊണ്ട് നമ്മൾ എന്തായാലും ട്യൂൺ ചെയ്യണ്ട, കാരണം കറക്റ്റ് ആയിരിക്കില്ല. അത് കറക്റ്റ് ചെയ്യണം. പിന്നെയും കുറേ ഫീച്ചേഴ്സൊക്കെ ആഡ് ചെയ്യാനൊക്കെ ഉണ്ട്. ആൻഡ് ഇത് കമ്പ്യൂട്ടേഷൻ കുറച്ചധികം വരും, നല്ല ടൈം വരും ട്യൂൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ഇത്രയും പാരാമീറ്റേഴ്സ് ഉള്ളതുകൊണ്ടേ റൺ ചെയ്യാനുള്ള ടൈം കുറച്ച് കൂടും. എന്നാലും അത്യാവശ്യം ടൈം വരും. അത് കണക്ട് ചെയ്ത് നോക്കാം. പിന്നെ GPUവിൻ്റെ കണക്ട് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ GPU കണക്ട് ചെയ്യുന്ന ഒരു ട്യൂണിങ്ങിൻ്റെ കൂടെ ഞാൻ നോക്കിയിട്ട് അതും കൂടി ആഡ് ചെയ്ത് വെക്കാം. ഇനിയിപ്പോൾ ഉള്ളത് ഒരു KMeans-ൻ്റെതാണ്. ഇത്രയും വന്നിട്ട് KMeans ഞാൻ വെള്ളം വെച്ചിട്ട് വരാം. 5 മിനിറ്റ് കഴിഞ്ഞ് തരാം.